അത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി സാർ ഇങ്ങനെ എപ്പോഴും പെറ്റീഷൻ ഇങ്ങനെ കുറിച്ചുകൊണ്ട് നിൽക്കുമല്ലോ, നിന്നുകൊണ്ടാണല്ലോ ഭരണം, ഇരിക്കലില്ല. അപ്പം നിന്നുകൊണ്ട് ഇങ്ങനെ കുറിച്ചുകൊണ്ടിരുന്ന് എന്നെ ഇങ്ങനെ പാളി ഇങ്ങനെ നോക്കി. അപ്പം ഞാൻ അടുത്ത് എന്ന് പറഞ്ഞു എന്നെ തട്ടി കൊട്ടയിലാക്കി. ഉമ്മൻചാണ്ടി സാറിൻ്റെ സമയത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓഫീസേഴ്സും അദ്ദേഹവും ഒരു ടീമാണ്. അക്ഷരത്തിൽ ഭീകര സംഘടനയാണ് പറഞ്ഞു പറയുന്നത്. ഇറ്റ്സ് എ ടെറർ ഓർഗനൈസേഷൻ. ടെറർ ഇസ് ദ മീൻസ്. അപ്പം അങ്ങനൊരു ഭരണകൂടത്തെ വെല്ലുവിളിച്ചു. നിശ്ചയമായിട്ടും വെല്ലുവിളിച്ചെന്ന് മാത്രമല്ല, തോൽപ്പിച്ചില്ല. 5 വട്ടവും തോൽപ്പിച്ചില്ല. നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം വരെ നിങ്ങൾ പറയുന്നത്, പ്രവർത്തിക്കുന്നത്, കണ്ണ് അനക്കുന്നത്, വണ്ടി ഓടിക്കുന്നത്, ഇറങ്ങുന്നത്, പോകുന്നത് ഇഷ്ടമാവോ എന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബെയറിംഗ് പോവില്ലേ? അല്ല, ചോദ്യങ്ങൾ ചോദിക്കാം. ഒരു ചോദ്യം ചോദിക്കാൻ പറ്റില്ല. തോളെ കൈയിടാവുന്ന കാലം മാറിയതറിയാതെ അദ്ദേഹം ചോദിച്ചു, സാറിൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രശ്നത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പം തന്നെ മറുപടി കൊടുത്തു, ചോദ്യം ഇങ്ങോട്ട് വേണ്ട. ചോദ്യം ചോദിക്കേണ്ടവർക്കൊക്കെ വീട്ടിൽ പോയി ചോദിക്കാം. അല്ല, അത് ഞാൻ പറയുന്നില്ല, അത് നമ്മളോട് പറഞ്ഞിട്ടില്ല. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഡോക്ടർ ബി അശോക്. നമസ്കാരം. ഈ നട്ടെല്ല് രാഷ്ട്രീയ നേതൃത്വത്തിന് മാത്രം പോരാ, അത് ബ്യൂറോക്രസിക്കും വേണം എന്ന് കേരളത്തെ കാട്ടിക്കൊടുത്ത തൻ്റെ ഇടമുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ഒരു പൊതു സമൂഹത്തിന് ഉന്നമനത്തിനു വേണ്ടി ബ്യൂറോക്രസിയെ മാറ്റിയെടുക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തി, അതിലപ്പുറം മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ഒരു PhD, അങ്ങയുടെ ഇഷ്ട വിഷയങ്ങളിലൊക്കെ തനത് മുദ്ര പതിപ്പിച്ച പ്രവർത്തനങ്ങൾ. ഏറ്റവും ഒടുവിൽ കേരളത്തിൽ അങ്ങ് ശ്രദ്ധേയനാകുന്നത് അങ്ങയുടെ ഇടപെടലുകൾ കൊണ്ടാണ്, പ്രത്യേകിച്ച് ബ്യൂറോക്രസിയുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ. ബ്യൂറോക്രസി പലപ്പോഴും സമൂഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നൊരു തലത്തിൽ ജനങ്ങൾ കാണുന്നു. രാഷ്ട്രീയ നേതൃത്വം പലപ്പോഴും ബ്യൂറോക്രസിയുടെ മേലാണ് കുറ്റാരോപണം നടത്തുന്നത്. എന്നാൽ ഇവിടെ രാഷ്ട്രീയ നേതൃത്വത്തെ തിരുത്തുന്ന, ഭരണകൂട സംവിധാനങ്ങളെ തിരുത്തുന്ന ഒരു തിരുത്തൽ വേദിയായി, തിരുത്തൽ ശക്തിയായി അങ്ങയുടെ ഇടപെടലുകൾ മാറുന്നു. അവിടെയാണ് കേരളം ഇന്നേറെ ശ്രദ്ധിക്കുന്നത്. തുടർഭരണം അതൊരു ഫാഷിസ്റ്റ് സമീപനമാണ് എന്നങ്ങ് പറയുമ്പോൾ എന്താണ് അങ്ങ് ഉന്നമിക്കുന്നത്? അത് ഏതെങ്കിലും വ്യക്തിയുടെ നേർക്കാണോ, അതോ ഏതെങ്കിലും ഒരു ഭരണകൂട പ്രതിനിധിയുടെ ഭാഗത്തേക്കാണോ? നന്ദി. അങ്ങനെ വളരെ വിപ്ലവകരമായ മാറ്റങ്ങളൊന്നും എന്നാൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അക്ഷരങ്ങൾ കിട്ടിയപ്പോൾ മുതൽ എഴുതുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടാണ് സർവീസിൽ വന്നത്. വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ചെറിയ തോതിൽ അത് സർവീസിൽ ചെയ്തു പോകുന്നുണ്ട്. ചിലപ്പോൾ IAS-ലും സിവിൽ സർവീസിലും വേണ്ട അവകാശ സംരക്ഷണങ്ങളുടെ ഒരു നേതൃത്വം ഏറ്റെടുക്കേണ്ടി വന്നിട്ടുമുണ്ട്. അങ്ങനെ കാണുന്നുള്ളൂ. അങ്ങനെ ഒരു സർവീസിനുള്ളിൽ പ്രവർത്തിച്ചുകൊണ്ട് വിപ്ലവം സൃഷ്ടിച്ചുകള എന്നുള്ള തെറ്റിദ്ധാരണ ഇല്ല. പക്ഷേ എന്നാലും എല്ലാവരും ഒരു പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുമ്പോൾ തിരുത്തേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നുള്ളത് കൊണ്ട് എഴുതാറുണ്ട്. ഞാൻ കേരള ശബ്ദത്തിൽ വളരെ വർഷങ്ങളായിട്ട് സമയം കിട്ടുമ്പോൾ എഴുതുന്ന ചെറിയ കോളം പബ്ലിഷ് ചെയ്യാറുണ്ട്. മറ്റു വാരികളും എടുക്കാറുണ്ട്. ഞാൻ ആദ്യം പബ്ലിഷ് ചെയ്യുന്ന മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ, അതൊരു ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത്. ഈ ഇഷ്യൂലേക്ക് വരാം. ഈ തുടർഭരണം എന്നുള്ളത് ഒരു പത്രഭാഷയാണ്. അത് ചിലപ്പോൾ ഗവൺമെൻറ്റിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, ശരിയാണ്, സമീപകാലത്ത്. പക്ഷേ തുടർഭരണം എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ ഭരണഘടനയിലില്ല. അതെൻ്റെ ആദ്യത്തെ വാദം. ഇപ്പം ആർട്ടിക്കിൾ 75-ഉം 172 നോക്കിയാൽ പാർലമെൻറ്റും നിയമസഭകളും 5 വർഷം പൂർത്തിയാവുന്ന ദിവസം ഡിസോൾവ് ആകും, അതിന് മുൻപേ ഡിസോൾവ് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ ഇപ്പം നമ്മൾ 16ാം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പുതിയ 140 MLA-മാരെയാണ് അവിടെ വരുന്നത്. ചിലപ്പോൾ അവർ 2ാം വട്ടം MLA ആയിരിക്കും, 3ാം വട്ടം MLA ആയിരിക്കും അത് ജയിച്ചാൽ. അപ്പോൾ പുതിയ സഭയും ആ സഭയിൽ നിന്ന് വരുന്ന പുതിയ മന്ത്രിസഭയാണ് വരുന്നത്. അപ്പോൾ സാങ്കേതികമായിട്ട് ഇതിൻ്റെ തുടർച്ചയാണെന്ന് പറയാൻ സാധിക്കില്ല. ആകെയുള്ള തുടർച്ച ഈ ബ്യൂറോക്രസി ഓരോ മന്ത്രിസഭയെ അടയാളപ്പെടുത്തുന്നത് മുഖ്യമന്ത്രിയുടെ പേരിലാണ്. അപ്പോൾ ഒരു മുഖ്യമന്ത്രി അടുത്ത ഗവൺമെൻറ്റിനെ നയിച്ചാൽ, ഇപ്പോൾ നമ്മൾ 16-ൽ ജയിച്ച മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നതിൽ 3-4 ആൾക്കാർ മാത്രമേ 2ാമത്തെ മന്ത്രിസഭയിൽ വന്നുള്ളൂ. ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരായിരുന്നു. MLA-മാർ നല്ല ശതമാനം ഭരണപക്ഷത്തുള്ളവർ പ്രത്യേകിച്ചും പുതിയ ആൾക്കാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സാങ്കേതികത്വമാണ് നമ്മളെ വഴിതെറ്റിക്കുന്നത്. എപ്പോഴും പുതിയ നിയമസഭയും പുതിയ മന്ത്രിസഭയും തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഫാഷിസം, ഞാൻ എഴുതിയത് ഫാഷിസത്തിലേക്ക് വഴിതെളിക്കുമെന്നല്ല. ഈ തുടർഭരണം ഈ വ്യക്തികളിലും കക്ഷികളിലും ഒരു ഫാസിസ്റ്റ് സമീപനത്തിന് ഇട നൽകുന്നതായിട്ട് കാണുന്നു എന്നുള്ളതാണ്. മനോഭാവം വളർത്തുന്നു, സമീപനം മനോഭാവം വളർത്തുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതെൻ്റെ ലിവ്ഡ് എക്സ്പീരിയൻസ് തന്നെയാണ്. അത് ഞാൻ ഒരു വൈസ് ചാൻസലറായിട്ട് കഴിഞ്ഞ 3-3.5 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന അധികാര പ്രയോഗങ്ങൾ, പ്രത്യേകിച്ച് ഭരണപക്ഷത്തെ സംഘടനക്കാർ
നമ്മളോട് ഇടപെടുമ്പോൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഭാഷ, പൊതുമണ്ഡലത്തിൽ ഉപയോഗിക്കുന്ന ഭാഷ, ആംഗ്യങ്ങൾ, സാമൂഹ്യ മാധ്യമത്തിൽ തന്നെ ഇപ്പം നമ്മളൊക്കെ തുലവും നിസ്സാരരാണ്. എനിക്ക് ഫേസ്ബുക്കിൽ ഫലത്തിലൊരു അക്കൗണ്ട് പോലുമില്ല. പക്ഷേ ഇത്രയധികം ഫോളോവേഴ്സുള്ള മമ്മൂട്ടിയെ പോലുള്ള ഒരു ആക്ടർ ആർക്കെങ്കിലും അനിഷ്ടകരമായിട്ടൊരു വാചകം പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹത്തിന് വരുന്ന ആ തിക്താനുഭവം ഉണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ ഫാഷിസം എന്ന് പറയുന്നത് മുസോളിനിയുടെ ഫാഷിസമല്ല. പക്ഷേ ആശയപരമായിട്ട് എന്നോട് യോജിച്ചില്ലെങ്കിൽ ഞാൻ തെറി പറഞ്ഞു ഓടിക്കും, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യും. ഇതാണ് ഞാൻ പറഞ്ഞത്. അത് അപകടകരമാണ്. ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻ്റെ മനസ്സിലത് എഴുതുമ്പോൾ ഉണ്ടായിരുന്നത് ഇവരുടെയൊക്കെ അനുഭവങ്ങളാണ്. ഞാൻ തന്നെ തുടക്കമിട്ട ഒരു ക്യാമ്പസാണ് ഈ വയനാടിലെ വെറ്റിനറി യൂണിവേഴ്സിറ്റി. അവിടുത്തെ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ അനുഭവം മുന്നിലുണ്ട്. നമ്മളതിലേക്ക് തിരിച്ചു പോകണ്ട. എനിക്ക് തോന്നുന്നു 24 ഫെബ്രുവരി 18 സിദ്ധാർത്ഥൻ മരിക്കുന്നത്. എന്നെ വല്ലാതെ ഉലച്ച ഒരു സംഭവമാണ്. ഞാനത് മനോരമയിൽ എഴുതിയിരുന്നു. അതിൽ ഏറ്റവും ഉലച്ച സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുന്നതൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷേ ഒരു വിദ്യാർത്ഥിയെ വിളിച്ചു വരുത്തി ഒരു തരം സാമൂഹ്യ വിചാരണ ചെയ്ത് പണിഷ് ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നെന്ന് മാത്രമല്ല, അവിടെ ഏതാണ്ട് 100-150 കുട്ടികൾ ഈ സാമൂഹ്യ വിചാരണയ്ക്ക് സാക്ഷികളായിട്ട് മൗനം പാലിച്ച് അവിടെ നിന്നു. അതിൽ ഒരാൾ പോലും ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണെന്ന് ഇതിപ്പം നിർത്തണമെന്നും ആവശ്യപ്പെട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത് ആ ഫാഷിസ്റ്റ് മനോഭാവമാണ്. ആ കുട്ടിയോട് ചെയ്തത് എന്തൊക്കെയും നമ്മൾ പോകേണ്ട കാര്യമില്ല. ഉദ്യോഗസ്ഥ ലോകത്തുനിന്ന് ഒരു നല്ല എക്സാമ്പിൾ വന്നല്ലോ. ഒരു ജില്ലയിലെ ADM-ൻ്റെ അതെ, അദ്ദേഹം നേരിട്ട അധിക്ഷേപം എന്താണ്? അദ്ദേഹത്തെ അധിക്ഷേപിക്കാനുള്ള പ്രേരണ, മനോഭാവം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ അധികാരസ്ഥനാണെന്നുള്ളത് തന്നെയാണ്. അധികാരത്തിൽ ഇരിക്കുന്ന ആൾക്ക് ആരെയും പരസ്യമായിട്ട് അധിക്ഷേപിക്കാം, മറുവാക്ക് അയാൾക്ക് പറയാനുള്ള അവകാശമില്ല. അപ്പോൾ ആ അപമാനഭാരം ആ മനുഷ്യനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ച് അത് വേറൊരു സ്ഥിതിയിൽ നിൽക്കുകയാണ്. അവിടെ ഒരു തിരുത്തില്ലേ? അതിന് ആ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒപ്പം ചേർന്നത് ഇതേ അധികാര ശ്രേണിയിലുള്ള ഒരു കൂട്ടം ഉദ്യോഗസ്ഥരല്ലേ? അങ്ങനെ സംശയങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ നമുക്കതിപ്പോൾ ഇപ്പോഴത്തെ അന്വേഷണത്തിൽ നിന്ന് അങ്ങനെ തെളിഞ്ഞു വന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ അന്വേഷണ റിപ്പോർട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കോടതി റിജക്റ്റ് ചെയ്യുകയും 13 പോയിന്റ്സ് വീണ്ടും തുടരന്വേഷണം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒടുവിൽ ആരെങ്കിലും അതിൽ പങ്കെടുത്തു എന്നുള്ളതൊക്കെ അതിൽ നിന്ന് വരേണ്ട കാര്യങ്ങളാണ്. ഈ സിദ്ധാർത്ഥിൻ്റെ ഒറ്റൊരു അനുഭവം കൊണ്ട് ഈ ഫാഷിസം ഇവിടെ തീരുന്നില്ല. നമുക്ക് പല തലങ്ങളിൽ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന IAS ഉദ്യോഗസ്ഥർ മുതൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പൊതുവേദിയിൽ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു പാർട്ടി പ്രവർത്തകൻ വരെ, അങ്ങനെ പല രൂപത്തിൽ ഈ ഫാഷിസം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഫാഷിസം അതിൻ്റെ സിംപ്ലസ്റ്റ് ഡെഫിനിഷനിൽ വൺ പാർട്ടി റൂളാണ്. അതായത് യു എഗ്രി വിത്ത് മീ ഓർ ഗെറ്റ് ഔട്ട്. അത്രയേ ഉള്ളൂ. അതിനകത്ത് എന്നോട് യോജിക്കാം, അല്ലെങ്കിൽ അതാണല്ലോ മുസോളിനി മറ്റേ ബ്ലാക്ക് ഷർട്ട്സിനെയും യെല്ലോ ഷർട്ട്സിനെയൊക്കെ അവിടെ ഇവിടെ കൊണ്ടുവന്ന് എതിരാളികളെ അടിച്ചമർത്തുക എന്നുള്ള പരിപാടി. ഇല്ലെങ്കിൽ അവരെ ജയിലറയിലയക്കുക, എന്തെങ്കിലും ഒരു റൂൾസ് ഉണ്ടാക്കിയെടുത്തിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ധാരാളം അൺകോൾഡ് ഫോർ അറസ്റ്റുകൾ ഉണ്ടാവും. അറസ്റ്റ് തന്നെ കോടതി ചെല്ലുമ്പോൾ ഫെയിൽ ചെയ്യും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇതെല്ലാം അത് മാത്രമല്ല, ഞാൻ എൻ്റെ ആർട്ടിക്കിളിൽ പ്രത്യേകമായിട്ട് പറഞ്ഞു. കാരണം അപകടകരമായ ഒരു ടേൺ എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിയമം സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു പോലീസുകാരൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ്. അതും നമ്മൾ കണ്ടു. കാരണം പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിയമപാലനത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന അധിക്ഷേപം, അതെല്ലാം മെഷീനറിയെ ബാധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ഭരണകൂടം ഇത്തരം ഫാഷിസ്റ്റ് സമീപനങ്ങൾ സ്വീകരിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ അതിനൊരു കൂട്ടം ഉദ്യോഗസ്ഥരുടെ പിന്തുണ വേണ്ടി, അവരെ യന്ത്രങ്ങളാക്കി മാറ്റേണ്ട അത്തരം പ്രവൃത്തികൾക്ക്. ഉദ്യോഗസ്ഥരുടെ സൈലൻസ് അതിനകത്തെ ഒരു വലിയ ഘടകമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് SFIയുടെ മുൻ പ്രസിഡന്റ് ഒരിക്കൽ എന്തോ ഔദ്യോഗിക കാര്യം സംസാരിക്കാനായിട്ട് സെക്രട്ടേറിയറ്റിൽ എൻ്റെ ഓഫീസിൽ വന്നു. അപ്പോൾ ആ സമയത്ത് ഭാരത് സർക്കാരുമായിട്ടൊരു വീഡിയോ കോൺഫറൻസ് തുടങ്ങുന്ന സമയമായതുകൊണ്ട് അയാൾ 2:55 മറ്റോ ആയപ്പോൾ എൻ്റെ ആൻറ്റി റൂമിൽ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു 3:30 കാണാം, ഒന്ന് വെയിറ്റ് ചെയ്യൂ. കാരണം കൃഷി ഡയറക്ടർ എല്ലാവരും എൻ്റെ മുമ്പിൽ ഇരിക്കുകയായിരുന്നു, ഒരു ഹർഷോ എന്നോ മറ്റോ പേരുള്ള ഒരു കുട്ടി. അപ്പോൾ അത് കൺവേ ചെയ്യപ്പെട്ടു, 3:30 മീറ്റ് ചെയ്യാം. അയാൾ ജസ്റ്റ് വാക്ക് ഇൻ ചെയ്തതാണ്, അത് അപ്പോയിൻമെൻ്റ് ഒന്നും ചോദിച്ചിട്ടില്ല. നമ്മളൊരു യോഗത്തിലാണെങ്കിൽ നമ്മളതിന് ശേഷം കാണുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ കാണുന്നത് ഈ ഹാഫ് ഡോർ ഇടിച്ച് തുറന്നുകൊണ്ട് അയാളും ശരിക്കും ഒരു തഗ്ഗിനെ പോലെ തോന്നിക്കുന്ന ഒരുത്തനും ഓടി എൻ്റെ വൈസ് ചാൻസലർ ചേംബറിനുള്ളിലേക്ക് വരുന്നതാണ്. അവിടെ കസേരയൊക്കെ ടംബിൾ ചെയ്ത് വലിച്ചിട്ട് അവിടെ ഇരുന്നു. പിന്നെ അവർ തനി ഗുണ്ടകളെ പോലെയാണ് സംസാരിക്കുന്നത്. ഇത് ഏത് കാലഘട്ടത്തിലാണ് സംഭവിച്ചത്? ഇത് 2 വർഷം മുമ്പാണ്. തനി ഗുണ്ടകളെ പോലെ, അൺഅപ്പോളജറ്റിക് ഗുണ്ടായിസമാണ്. ഇവിടെ വേറെ യോഗം ഒന്നും ഇപ്പോൾ നടത്തണ്ട, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്ത് യോഗം? അപ്പോൾ ഞാൻ പറഞ്ഞു കൃഷി ഡയറക്ടറോട് ഇരിക്കുകയാണ്, അഗ്രികൾച്ചർ ഡയറക്ടർ, ഇത് കഴിഞ്ഞ് മതി. ഞാൻ പറഞ്ഞിട്ട് വീഡിയോ കോൺഫറൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമായിട്ട്. പൂട്ടിക്കും, ഇപ്പം കണ്ടില്ലെങ്കിൽ ഞങ്ങൾ യൂണിവേഴ്സിറ്റി പൂട്ടിക്കും. അല്ല ഞാൻ ചോദിക്കട്ടെ, സർവകലാശാല പൂട്ടിക്കിടന്ന ആർക്കാണ് നഷ്ടം? എനിക്കാണോ അവർക്കാണോ? അപ്പോൾ ഞാനിതെല്ലാം പരിശോധിച്ച് എനിക്ക് കിട്ടിയൊരു ബോധ്യം, പിന്നീട് കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറിനെ കുറിച്ച് ചില കമൻറ്റുകൾ പറഞ്ഞു. അവരുടെ ആ പെരുമാറ്റം ചില കാരണങ്ങൾ കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. ഞാനതിലോട്ട് കിടക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും, ഈ
അധികാരത്തിൻ്റെ ഒരു ശീതളിമ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരുടെ മെക്കിട്ട് കയറാം. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആർക്കിട്ടും മെക്കിട്ട് കയറാമെന്നുള്ള സമീപനം വ്യക്തികളിലുണ്ട്. ഈ ഒരു SFI നേതാവിന് ഇത്തരമൊരു സ്വഭാവ പ്രകടനം നടത്തുന്ന ഈ സംഭവം അത് അപ്പോൾ അതിനും മുകളിൽ നിന്ന് താഴേക്ക് പകർന്നതാവില്ലേ? അതെനിക്ക് പറയാൻ വയ്യ. പക്ഷേ ഇത് അധികാരം ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു ഇമ്പാക്റ്റ് ആണെന്ന് കാണാൻ പ്രയാസമില്ല. ടൗണിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, അധികാരം എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് വരുമ്പോൾ ഇൻഡ്യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ ഡിസ്പ്ലേസ്ഡ് ആവുന്നില്ല, എനിക്ക് യാതൊരു തട്ടുമില്ല. എന്ത് തന്നെ ചെയ്താലും ഞാൻ തന്നെ അധികാരത്തിൽ വരുമെന്നുള്ള, അല്ലെങ്കിൽ അധികാരത്തിൻ്റെ തണൽ കിട്ടുമെന്നുള്ള ഒരു ധാരണയോ തെറ്റിദ്ധാരണയോ നിന്ന് വരുന്ന അൺഅക്കൗണ്ടബിലിറ്റിയാണ്. ഈ ഒരു പതിറ്റാണ്ടിന് മുൻപ് ഇതേ സംവിധാനത്തിൻ്റെ ഭാഗമായി അങ്ങ് പ്രവർത്തിച്ചിരുന്നു, അതും വിവിധ തസ്തികകളിൽ. ആ കാലഘട്ടത്തിൽ ഇത്തരം ഈ ഫാഷിസ്റ്റ് എലമെൻറ്റുകൾ ഉണ്ടായിരുന്നു? തെറ്റിയും തെറിച്ചും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് അതിന് മുൻപിരുന്ന ഗവൺമെൻറ് സമയത്തും ഞങ്ങളുടെ ഒരു കൊലീഗ് കേശവേന്ദ്രകുമാർ എന്ന് പറഞ്ഞൊരു ഓഫീസറെ മുസ്ലിം ലീഗിൻ്റെ ഏതോ യൂത്ത് പ്രവർത്തകർ കരിയോയിൽ ഒഴിക്കുകയോ അങ്ങനെയൊക്കെ സ്ട്രേ ഇൻസിഡൻറ്റുകളുണ്ടായിരുന്നു. പക്ഷേ ഒരു ചെയിൻ ഓഫ് ഈവൻറ്റ്സ്, അത് ഈ പെരുമാറുന്ന എല്ലാ സന്ദർഭത്തിലും നമുക്കിത് സെൻസ് ചെയ്യാം ഇവരുടെ. അതായത് ശബ്ദിച്ചു പോരുത്, പറയുന്ന ചെയ്തോണം, അല്ലെ അടിച്ച് ഒതുക്കി കളയും, അടിച്ച് തരുതി കളയും, എനിക്ക് ഞങ്ങളെ അറിയില്ല. ഈ വർത്തമാനം അത് രണ്ട് മലയാളികൾ തമ്മിൽ പറയേണ്ട ആവശ്യമില്ല. ജനാധിപത്യമൊക്കെ ഇത്രയും വികസിച്ച് 75 വർഷം സ്റ്റേറ്റ് പിന്നിട്ട് ഇത്രയും സുതാര്യമായ ഒരു സൊസൈറ്റിയിൽ, പിടിക്കപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു സൊസൈറ്റിയിൽ നമ്മൾ ചെന്ന് എവിടെയെങ്കിലും രസം എന്ന് പറയുന്ന ഈ ആർഷം എന്ന് പറയുന്ന വിദ്വാൻ എന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. ഈ SFI ഒന്നും എനിക്ക് അപരിചിതമല്ല. ഞാൻ SFI പ്രവർത്തിക്കുക, യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിലൊക്കെ SFI പ്രതികരിക്കുകയും പല ഇലക്ഷൻ ജയിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ അന്ന് ഞങ്ങളുടെ വൈസ് ചാൻസലർമാരെ കാണാൻ പോയിട്ടുണ്ട്. ചിലപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട്. ചിലപ്പം സെനറ്റ് അല്ലെങ്കിൽ അദ്ദേഹം എൻഗേജ്ഡ് ആണെന്നുണ്ടെങ്കിൽ 3 മണിക്ക് വരാൻ പറയും. നമ്മളിവിടുന്ന് തൃശ്ശൂർ വരെ ചെന്നിരിക്കുകയാണ്, നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല. ഞാൻ ഈ വൈസ് ചാൻസലർ ഓഫീസിൻ്റെ വെളിയിൽ 6 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ 20 മിനിറ്റ് ചോദിച്ചപ്പോഴാണ് തള്ളിക്കയറി ഈ സീൻ ക്രിയേറ്റ് ചെയ്ത് ഒച്ചപ്പാടും ബഹളമൊക്കെ ആക്കിയിട്ട് ഞാനും അദ്ദേഹത്തോട് ഇറങ്ങി പോകാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് തീർച്ചയായിട്ടും ഞാനപ്പോൾ തന്നെ സെക്യൂരിറ്റി വിളിക്കാൻ പറഞ്ഞു, റിമൂവ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ഇത്തരം ഭീഷണികളിൽ ചില ഉദ്യോഗസ്ഥരുടെ അടുക്കൽ വിലപ്പോവില്ലല്ലോ. അത് അംഗീകരിച്ചാൽ പിന്നെ നമുക്ക് ആ ഓഫീസില്ലല്ലോ. അംഗീകരിക്കാൻ തുടങ്ങിയാൽ ഇത് ഞാനൊരു ചെറിയ എപ്പിസോഡ് പറഞ്ഞതേ ഉള്ളൂ. ഫീസ് സമരം വന്ന സമയത്ത് ഇതുപോലെ തന്നെ ബാർജ് ചെയ്ത് പിന്നെ യൂണിവേഴ്സിറ്റിയുടെ ജനറൽ കൗൺസിൽ ഹാളും അതിൻ്റെ ഗേറ്റും സാധനങ്ങളും എല്ലാം അടിച്ചു. ഇപ്പോഴത്തെ സെക്രട്ടറി അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസുകൾ അതിനകത്ത് വന്നു. അതിനുശേഷം യൂണിവേഴ്സിറ്റി ഫീസ് എന്ന് പറയുന്ന ഒരു പൊതുവിഷയമാണ്, അത് സർക്കാരിൻ്റെയും കൂടി ഒരു നയമാണ്. അപ്പോൾ അത് ആളുകളെ ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. എന്നെ 2 വട്ടം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കംപ്ലീറ്റ് അനാർക്കി ഉണ്ടാക്കത്തക്ക വിധത്തിൽ ജനശതാബ്ദിയിൽ പിന്നെ തൃശ്ശൂരിൽ നിന്ന് ബോർഡ് ചെയ്യുമ്പോഴും തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യുമ്പോഴും 2 വട്ടം എന്ന് വെച്ചാൽ ആ പ്ലാറ്റ്ഫോമിൽ മുഴുവൻ ഈവൻ MP-മാരെ പോലും പോലീസ് തള്ളി നീക്കുന്ന 100-120 പോലീസുകാരിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട സീനിയർ സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അക്ഷരത്തിൽ ഭീകര സംഘടനയാണ് പറഞ്ഞു പറയുന്നത്. ഇറ്റ്സ് എ ടെറർ ഓർഗനൈസേഷൻ. ടെറർ ഇസ് ദ മീൻസ്. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മെൻറ്റാലിറ്റി, ഫാഷിസ്റ്റ് മെൻറ്റാലിറ്റി ഉണ്ടാക്കും, അത് അപകടമാണ്, അത് ദറ്റ് വൺ ഹാസ് ടു സോർട്ട് ഓഫ് ഡീൽ വിത്ത് ഇറ്റ്. അത് ഭരണം തുടർന്നാലും ഇല്ലെങ്കിലും ഈ മനോഭാവം മാറ്റി വെക്കും. ഒരാർഷോ മാത്രമല്ല, ഇപ്പോൾ ഈ ഭരണരംഗത്തെ ഉന്നതർ പോലും അങ്ങേ വേട്ടയാടിയിട്ടുണ്ടല്ലോ. അനിഷ്ടം വരുന്ന സമയത്ത് ഉദ്യോഗസ്ഥരെ ഓടിക്കുക അല്ലെങ്കിൽ വിരോധം കാണിക്കുക എന്നുള്ളത് നമ്മുടെ സിസ്റ്റത്തിനകത്തുള്ളതാണ്. അതിൽ മെറിറ്റൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പ്രതിരോധിക്കുക എന്നുള്ളേ മാർഗ്ഗമുള്ളൂ. സാധാരണഗതിയിൽ ഈ IAS ഉദ്യോഗസ്ഥരൊക്കെ രാഷ്ട്രീയ നേതാക്കൾ അവർ പിന്നീട് ഭരണരംഗത്ത് എത്തുമ്പോൾ ആ ഭരണകൂടത്തിൻ്റെ ശിങ്കിടികളായി മാറുന്ന ഒരു കാഴ്ച പലപ്പോഴും കാണുന്നു. അങ്ങനെ സാഡ്ലി യെസ്. അതെ, അത്തരം പെട്ടി എടുപ്പുകാരായി മാറാത്തതാണോ ഇവരുടെ ഒരു ഇത്തരം പെരുമാറ്റങ്ങളുടെ കാരണം? ഞാൻ കഴിവതും ഒത്തുപോകാൻ തന്നെയാണ് ശ്രമിക്കാറ്. എൻ്റെ മിനിസ്റ്റേഴ്സിനോട് ലോയൽറ്റി കൊടുക്കുകയും അവരുടെ വർക്ക് ചെയ്ത് കൊടുക്കുകയും ഞാൻ ചെയ്യും. പക്ഷേ നമ്മുടെ ചുമതലയ്ക്ക് ബാഹ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതില്ല. ഒരു സ്റ്റേജിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു 10 വർഷത്തേക്ക് അങ്ങനെ നീണ്ടു വന്നപ്പോഴേക്കും ചില ഉദ്യോഗസ്ഥരെങ്കിലും ഈ വ്യക്തിഗതമായ നേട്ടങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കരുതി ആ ഒരു സ്കീമിനോട് സഹകരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം പ്രത്യക്ഷത്തിൽ തന്നെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്നോ പുറത്തുനിന്ന് ശക്തനായിട്ടുള്ള ഒരാളോ പറഞ്ഞു കഴിഞ്ഞാൽ നിരസിക്കാനുള്ള കഴിവ് കുറഞ്ഞിട്ടുണ്ട്. അത് നിരസിച്ചു കഴിഞ്ഞാൽ അതിന് തിരിച്ചടി അപ്പം തന്നെ ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾ അവിടെയും അടിസ്ഥാന പ്രശ്നം ചോദ്യം ചോദിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ ചെയ്യുന്നത് ശരിയാണോ, ഈ കോൺട്രാക്റ്റിംഗ് ശരിയാണോ, ഇങ്ങനെയാണോ ഒരു ഏജൻസിയെ ഫിക്സ് ചെയ്യുന്നത്, ഈ എടുക്കുന്നതിൽ സുതാര്യതയുണ്ടോ, ഇങ്ങനെ നിങ്ങളൊരു കമ്മിറ്റി യോഗത്തിൽ ചോദിച്ചാൽ പോലും നിങ്ങൾ മാർക്ക്ഡ് ഔട്ട് ആയി പോകും. അല്ല, അതൊരു ഭയം കൊണ്ടാവും പലതും വിഴുങ്ങേണ്ടി വരുന്നത്. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയാൽ ആക്രമണം, സൈബർ ആക്രമണം. ഇപ്പം എൻ്റെ അനുഭവം തന്നെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 2025 ജനുവരി തൊട്ട് ഇന്ന് വരെ ഏതാണ്ട് 12 ലക്ഷം രൂപ ലീഗൽ ബില്ല് ഞാൻ കൊടുത്തു.
4-5 വ്യത്യസ്ത കേസുകളിലായിട്ട് ഹൈക്കോടതി, ട്രിബ്യൂണൽ, അത് ഇത് എല്ലാവരെ കൊണ്ടൊന്നും സാധിക്കത്തില്ല. അപ്പം അങ്ങൊരു ഭരണകൂടത്തെ വെല്ലുവിളിച്ചു. നിശ്ചയമായിട്ടും വെല്ലുവിളിച്ചെന്ന് മാത്രമല്ല, തോൽപ്പിച്ചു. 5 വട്ടവും തോൽപ്പിച്ചില്ല. അതെ അതെ. അത് മാത്രമല്ല, ആ ജഡ്ജ്മെന്റ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിൽ ആ ജഡ്ജ്മെന്റിൽ ട്രിബ്യൂണൽ എഴുതിയിരിക്കുന്ന ചില വാചകങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് പൊതുഭരണ വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ളത്, ഞാൻ അന്ന് രാജി സമർപ്പിക്കും. ഞാനൊരു വാചകം വേണമെങ്കിൽ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ട്രിബ്യൂണൽ ഞങ്ങളുടെ IAS അസോസിയേഷൻ്റെ കേസ് അനുവദിച്ചുകൊണ്ട് എഴുതിയ ജഡ്ജ്മെന്റിൽ, any colorable and malified exercise of the administrative function by redesignation, renaming or creation of another equivalent post, simultaneously keeping the encadred post vacant, can only be considered as a fraud on the All India Service Act and the IAS cadre rules and liable to be held as bad in law. അഖിലേന്ത്യാ സർവീസസ് ആക്ട്, ഭരണഘടനയുടെ കീഴിൽ ആവിഷ്കരിച്ചിരിക്കുന്ന അഖിലേന്ത്യാ സർവീസസ് ആക്ടിൻ്റെ ഫ്രോഡാണ് ഈ നടപടിയെന്നാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എഴുതി കഴിഞ്ഞു. 2016 മുതൽ ഈ IAS സർവീസിൽ നിന്ന് പുറത്തു പോകുന്നവരെ വീണ്ടും തിരിച്ച് ഓരോ സുപ്രധാന പോസ്റ്റുകളിൽ ഇരുത്തുന്നു. തസ്തികയുടെ പേര് മാറ്റി അതെ പ്രതിഷ്ഠിക്കുക. അതിൽ മിസ്റ്റർ K. ജയകുമാറിന്റെ നിയമനം പരാമർശിച്ചിട്ടുള്ള പരാമർശം ഞാനീ പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ 2018 പുറത്തിറങ്ങിയ K. എബ്രഹാം ഇപ്പോഴും കരുത്തനായി നിൽക്കുന്നു. അതും പറയുന്നു, സെക്രട്ടറി ടു ചീഫ് മിനിസ്റ്റർ പോസ്റ്റിലെ നമുക്ക് ഈ ജഡ്ജ്മെന്റ് അനുസരിച്ച് വേറൊരു പേരിൽ നിയമിക്കാനായിട്ട് സാധിക്കില്ല. ഈ ജഡ്ജ്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അത്തരം എല്ലാ നിയമനങ്ങളും ചട്ടവിരുദ്ധമാണെന്നാണ്. അപ്പോൾ ഇത്തരമൊരു സംവിധാനം എന്തിനാണ് ഈ ഭരണകൂടം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് ചുറ്റും നിർത്തുന്നത്? തങ്ങളുടെ ഇംഗിതം നടപ്പിലാക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല, ചട്ടപ്രകാരം നിയമനത്തിന് അർഹതയില്ലാത്ത ഒരാളെ ആ പൊസിഷനിൽ വെക്കുന്നത് എപ്പോഴും അയാൾക്ക് കൊടുക്കുന്ന വ്യക്തിപരമായ അഡ്വാൻറ്റേജ് അല്ലേ? അതെ. വിരമിക്കേണ്ട പ്രായം 60. ഞാൻ പറയുന്ന ഈ കേഡറിന് പുറത്തുള്ള തസ്തികയിൽ വെക്കുന്നതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഒരു കമ്പനി KSEBയുടെ ചെയർമാനായിട്ട് ഒരാളെ വെക്കുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കമ്പനി നിയമത്തിൽ ഇപ്പോൾ 65 70 മറ്റോ ആണ് അവരുടെ റിട്ടയർമെൻറ്റ് ഏജ് എന്ന് പറയുന്നത്. വൈസ് ചാൻസലർമാർക്ക് 70 വയസ്സ് വരെ ഉണ്ട്. അപ്പോൾ അവിടെ വയ്ക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതേസമയം നിയമം മൂലം നോട്ടിഫൈ ചെയ്തിരിക്കുന്ന IASന്റെ സർവീസ് ഉദ്യോഗസ്ഥരിക്കേണ്ട തസ്തികയിലേക്ക് വിരമിച്ച ആൾ വന്നു കഴിഞ്ഞാൽ ഇനി നാളെ ജില്ലാ കളക്ടർമാരും ചീഫ് സെക്രട്ടറിയൊക്കെ വിരമിച്ചവർ വന്നിരുന്നത് നടക്കുമോ? സർവീസ് ഈസ് ഓവർ. പോലീസ് സൂപ്രണ്ടുമാരായിട്ട് വിരമിച്ച പോലീസുകാർ അങ്ങനെ വന്ന് അത് സാധിക്കില്ലല്ലോ. ആ ലെവലിലോട്ട് പോയപ്പോഴാണ് ഈ വ്യവഹാരങ്ങൾ എമർജ് ചെയ്തത്. എന്തെങ്കിലുമൊക്കെ സർവീസ് പീരീഡിൽ ഉപകാരം സർക്കാരിനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്കോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യുപകാരം ചെയ്യാനുള്ളൊരു അത് മാത്രമല്ല, അതിനകത്ത് എന്താ വരുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യത്യാസമുണ്ട്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺട്രാക്ട് റൂൾസ് ഇല്ല, ആപ്ലിക്കബിൾ അല്ല. സർവീസിലുള്ളപ്പോഴുള്ള പ്രോപ്പർട്ടി റിട്ടേൺ കൊടുക്കണ്ട, എന്ത് തരം ഇടപാടുകൾക്കും അതുകൊണ്ട് നിങ്ങളുടെ കൈകളിലൂടെ ഇത് ഒഴുകാൻ പറ്റും. മാത്രമല്ല, നിങ്ങൾ 2 കൊല്ലത്തേക്കോ 3 കൊല്ലത്തേക്കോ ഒരു താൽക്കാലിക ജീവനക്കാരനാണ്. നാളെ തൊട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ വരണ്ട, അത്രേ ഉള്ളൂ. റീ എംപ്ലോയ്മെൻ്റ് ആയിരിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വേർവിത്താൽ ടു സേ നോ കാണുമോ? ഇല്ല. അതാണ് എൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ബി സംബന്ധമായൊരു അന്വേഷണം അടുത്ത സർക്കാർ നടത്തിയാലും K. എബ്രഹാമിന് അധികമൊന്നും പേടിക്കാനുണ്ടാവില്ല അല്ലേ? അതേക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്ത സർക്കാർ അന്വേഷിക്കുമോ, അവിടെ എന്താണ് പ്രയാസം എന്നുള്ള ഒരു ഫെയർ ഡീറ്റെയിൽ ഇല്ല, നമുക്കത് പറയാനൊക്കത്തില്ലല്ലോ. കിഫ്ബിയിൽ അദ്ദേഹത്തിൻ്റെ നിയമനത്തിന് പ്രശ്നമൊന്നുമില്ല കേട്ടോ. കാരണം അതൊരു ഫണ്ട് ബോർഡാണ്. ഫണ്ട് ബോർഡിന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പം നമ്മൾ കമ്പനീസ് ആക്ട് അപ്ലൈ ചെയ്താൽ തന്നെ ആ ആക്ടിലൊന്നും പറയുന്നില്ലെങ്കിൽ വിരമിച്ച ഒരു ദിവസം ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഡ്യൂ പ്രോസസ്സ് നമ്മുടെ കൺസേൺ കേഡർ പോസ്റ്റുകളെ സംബന്ധിച്ച് മാത്രം. പക്ഷേ ഇത്തരം പോസ്റ്റുകളിൽ നല്ല തൻ്റെ ഇടമുള്ള ഉദ്യോഗസ്ഥരെ വെച്ചാൽ അത് സർക്കാരിന് തന്നെ തലവേദനയാകും. മുമ്പൊരിക്കൽ അങ്ങേ KSEBയുടെ ചെയർമാനാക്കിയപ്പോൾ അന്ന് അവിടുത്തെ ഓഫീസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളുമായി അങ്ങ് കൊമ്പ് കോർക്കുന്നതും പിന്നീട് അവരെ മുട്ടുകുത്തിക്കുന്നതും ഒക്കെ കേരളം കണ്ടു. സർക്കാരിന് വലിയ തലവേദന ഉണ്ടാക്കിയില്ലേ അത്? സർക്കാരിന് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് എനിക്ക് ഊഹമില്ല. പക്ഷേ ആ ഒരു വർഷത്തോളം ഒരു ഘട്ടം വരെ ഗവൺമെൻറ്റിലെ മിനിസ്റ്റേഴ്സും എല്ലാം തന്നെ അത് അവർക്ക് ഒരു അല്പം അടക്കം അവർക്ക് ആവശ്യമുണ്ടെന്നുള്ള പ്രിൻസിപ്പിളിൽ തന്നെയായിരുന്നു. ഒരു സ്റ്റേജിൽ അത് ടിൽറ്റ് ചെയ്തു. അതേക്കുറിച്ച് എനിക്ക് ഏകദേശം ഊഹമുണ്ട്. പക്ഷേ അത് പറയാറായിട്ടില്ല ഇപ്പോഴും. അത് പരസ്യമായി പറയുന്നത് നന്നായിരിക്കില്ല. പക്ഷേ KSEBയിൽ ഞാൻ മുന്നോട്ട് വെച്ച ഒരു അജണ്ടയ്ക്കും എനിക്കൊരു ഇത് ചെയ്യേണ്ടതില്ല എന്ന് മിനിസ്റ്ററോ മന്ത്രിസഭയോ ഒന്നും പറഞ്ഞില്ല. ഞാൻ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ 366 ദിവസം അവിടെ ചെയ്ത് കിട്ടിയെന്ന് മാത്രമല്ല, ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇന്ന് അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതുമായിരുന്നു. ഏതാണ്ട് 1000-ലധികം മെഗാവാട്ട് പുരപ്പുറ പിന്നെ സോളാർ ഇൻസ്റ്റലേഷൻ ആ ടെൻഡേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് 40-ലധികം കമ്പനികളെ എംപാനൽ ചെയ്ത് കേരളത്തിൽ നടക്കുകയില്ല. 100 മെഗാവാട്ട് പോലും എത്തുകയില്ല എന്ന് വിചാരിച്ചിരുന്ന പുരപ്പുറ സോളാർ ഒരു വലിയ ഹിറ്റാക്കി മാറ്റിയത് ആ ഒരു വർഷത്തെ എഫർട്ടാണ്. ഇപ്പോൾ ഞാൻ എടുത്തു നോക്കുമ്പം 1600 മെഗാവാട്ടോ മറ്റോ കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലം ഉൽപ്പാദിപ്പിച്ചു. നിർഭാഗ്യവശാൽ സർക്കാരിൻ്റെ നേട്ടങ്ങളിൽ ഇത് എടുത്തു പറഞ്ഞ് ഞാൻ കണ്ടില്ല. 1500-ൽ പരം മെഗാവാട്ട് സൃഷ്ടിച്ചെടുത്തത് ആ ഒരൊറ്റ വർഷത്തെ ഇനിഷ്യേറ്റീവ് എന്നാണ്. അപ്പോൾ പുരപ്പുറ സോളാർ വളരെയേറെ വളർന്നിട്ടുണ്ട്. അല്ല, പിന്നീട് അവിടെ നിന്ന് KSEBയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്ന് അങ്ങ് മാറാനുണ്ടായ സാഹചര്യം തുറന്നു പറയാൻ കഴിയുമോ? അല്ല, എനിക്ക് പ്രധാനമായിട്ടും തോന്നിയത് അവിടുത്തെ ഓഫീസർ അസോസിയേഷൻ CITU സംഘത്തിൻ്റെ ഒരു ദൗത്യമായിരുന്നു എന്നുള്ളതാണ്. ഞാൻ വ്യക്തമായി കേട്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
KSEBക്കുള്ളിലെ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യം അത് അവർ മറയില്ലാതെ പറയുകയും ചെയ്യും. ഞങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള KSEBയിലെ ഇൻട്രസ്റ്റുകൾ സാറ് വഴങ്ങുന്നില്ല, അങ്ങനെ വന്നാൽ ഞങ്ങൾ ഇതിനകത്ത് തകർന്നു പോകും. പ്രതിപക്ഷ യൂണിയനെ ഞങ്ങളെ ഒരുപോലെ പരിഗണിച്ചാൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് പ്രസക്തി? അവിടുത്തെ സ്ഥിതി വളരെ ഭയജനകമായിരുന്നു. ഇൻ ദ സെൻസ് ദറ്റ് അവിടെ ചുമതലയേറ്റ് പിന്നെ ഗവൺമെൻറ്റിലെ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ മടങ്ങി CMDയുടെ ചേംബറിൽ ഇരുന്നപ്പോൾ ആ മീറ്റിങ്ങിന് അതിനകത്ത് 2-3 യൂണിയൻ നേതാക്കളിരുന്ന് എന്തൊക്കെയോ ഗൗരവമായിട്ട് ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളൊക്കെ ആരാ? അപ്പോൾ ഞാൻ ഇന്ന ഓഫീസറാണ്, ഇത് മറ്റേ യൂണിയൻ്റെ ആൾക്കാരാണ്, ഞങ്ങൾ സാറിനെ കാണാൻ വന്നതാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ യു ടേക്ക് മൈ ടൈം, ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യാം. അപ്പോൾ ആ വന്ന ആൾ അപ്പം തന്നെ എന്നോട് പറഞ്ഞു, ഏതായാലും വന്നു പോയില്ലേ, നീ സംസാരിച്ചിട്ട് പോവാം. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല സഹോദര, ഞാൻ നിങ്ങളെ വിളിപ്പിക്കുമ്പോൾ വന്നാൽ മതി. അങ്ങനെ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ഒരു സംഗതി അവിടെ വന്നു. അങ്ങനെയാണ് അതിനകത്തോട്ട് വന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആദ്യത്തെ ചീഫ് എഞ്ചിനീയർമാരുടെ ട്രാൻസ്ഫർ ഏതാണ്ട് വേക്കൻസീസ് വന്നു. റിട്ടയർ ചെയ്തവരെ റീപ്ലേസ് ചെയ്യാനായിട്ട് 8 ചീഫ് എഞ്ചിനീയേഴ്സിനോ മറ്റോ മാറ്റി നിയമിച്ചു. അപ്പോൾ സാധാരണഗതി ഗവൺമെൻറ്റുമായിട്ടും കൂടെ നമ്മൾ ആലോചിക്കും, കാരണം ഇത് വളരെ സെൻസിറ്റീവ് പോസ്റ്റായതുകൊണ്ട്. മിനിസ്റ്ററുമായിട്ടും ആലോചിച്ചു. ഞാൻ ഉത്തരവിറങ്ങി കഴിഞ്ഞ പാടെ തന്നെ ഒരാൾക്കൂട്ടം എൻ്റെ മുറിയിൽ വന്നു. ഇത് വളരെ തെറ്റായിപ്പോയി. ഞാൻ ചോദിച്ചു, എന്ത് സംഭവിച്ചു? അല്ല, അത് ഇന്ന് ഫങ്ഷണൽ ഡയറക്ടേഴ്സ് ഇന്ന് CEമാരെ മാറ്റി നിയമിച്ചു. അപ്പോൾ അവർ പറയുന്ന അവരോട് ആലോചിക്കണമായിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങളൊക്കെ ആരാ? അപ്പോൾ ഞാൻ ഇന്ന അസോസിയേഷൻ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം കൊണ്ട് എഴുതി എൻ്റെ CAയുടെ കൊടുത്താൽ മതി, വി വിൽ ലുക്ക് അറ്റ് ഇറ്റ്. നോക്കില്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങളുമായിട്ട് കൂടിയാലോചിച്ച് CA നിയമിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെവിടെ എന്ത് പോസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്? അത് ഞാൻ പിന്നെ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയറാണ്. ഈ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ CA പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ഓർഗനൈസേഷനിൽ വല്ല ഡിസിപ്ലിന് കാണുമോ? ഓവർസിയറെ കാണുമ്പോൾ CA ഇങ്ങനെ നിൽക്കണം. ഇതാണ് ഇതിൻ്റെ കുഴപ്പം. എനിക്ക് സംഘബലം ഉണ്ടെങ്കിൽ എനിക്ക് എന്തും ചെയ്യാം. അത് സാധിക്കില്ല, വെർട്ടിക്കൽ സാധിക്കില്ല. പിന്നെ അവിടെ വേറെ കുറേ സംവിധാനങ്ങളുണ്ടായിരുന്നു. ഈ ഡിസ്ട്രിബ്യൂഷനിലായാലും ട്രാൻസ്മിഷനിലായാലും എല്ലാ വെർട്ടിക്കൽസിലും എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ യൂണിയൻകാരെ കാണുള്ളൂ. അപ്പോൾ അവരോട് ഡിസ്കസ് ചെയ്യാതെ കമ്പനിക്ക് ഒരു പ്രൊഫഷണൽ അജണ്ടയും മുമ്പോട്ട് എടുക്കാൻ പറ്റത്തില്ല. ഞാനങ്ങ് നിർത്തലാക്കി. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ്, ഇങ്ങനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്, അത് കുറേ പ്രമുഖരൊക്കെ ചേർന്നുള്ള കമ്മിറ്റികളാണ്. ഞാൻ നോക്കുമ്പോൾ അതിനകത്തൊക്കെ AXCമാരൊക്കെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ സാറിന് ഉപദേശം തരുമെന്ന് പറഞ്ഞു. ഞാൻ ടോട്ടലി വെൽ അഡ്വൈസ്ഡ്. അതിനാണ് ഈ ഫയൽ വരുമ്പോൾ അതിനകത്തുണ്ടല്ലോ അഡ്വൈസ്. സംശയമുള്ളപ്പോൾ ഞാൻ ചോദിക്കും, അപ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഒരു കൊല്ലം പോയത്. സാറിനെ പോലൊരു കരുത്തൻ, അങ്ങനെ പോലൊരു കരുത്തൻ ഇടപെട്ടിട്ടും ആ ഒരു നിശ്ചിത കാലയളവിന് ശേഷം അവിടെ നിന്ന് മാറേണ്ടി വരുന്നു. വീണ്ടും അവരുടെ ഒരു പക്ഷേ എനിക്കതിലൊരു പരാതിയില്ല. എന്താണെന്നറിയാമോ? ഞാൻ അവിടെ നിന്ന് മാറുന്നത് 22 ഓഗസ്റ്റിലാണ്. 22 മെയ്യിൽ ചെന്നു, 22 ഓഗസ്റ്റിൽ മാറി, എന്നെ മാറ്റി. അതിനുശേഷം ഇപ്പോൾ 4-5 MDമാർ മാറി. അവരെല്ലാവരും 10 മാസം ഇരുന്നുള്ളൂ. നിങ്ങൾ പെർസീവ് ചെയ്യുന്നത് ഞാൻ പൊസിഷൻസ് എടുത്ത ഞാൻ 12 മാസം ഇരുന്നു, പിന്നെ പോയൊരു 10 മാസം ഇരുന്നുള്ളൂ. അപ്പോൾ തമ്മിൽ ഭേദം ഏതാണ്? പൊസിഷൻ എടുത്തിട്ട് പോകുന്നതല്ലേ നല്ലത്? ചെയ്തിട്ട് പോയി. അല്ല, പണ്ട് ഇംഗ്ലീഷിൽ പറയത്തില്ലേ, ഇഫ് യു ഡു യു ആർ ഡാംഡ്, ഇഫ് യു ഡോണ്ട് ഡു യു വിൽ സ്റ്റിൽ ബി ഡാംഡ്, സോ ബെറ്റർ ഡു ആൻഡ് ബി ഡാംഡ്. പിന്നീട് കൃഷി സെക്രട്ടറി ആയിട്ട് വരുന്നു. അവിടെയും സർക്കാരിൻ്റെ പേട്ടയാണ്. വലിയ പ്രയാസമൊന്നും ഉണ്ടായില്ലേ അൺടിൽ വി ഫയൽ ദ കേസ്. 23 ജൂൺ ജൂലൈയിൽ ഞങ്ങൾ കേസ് ഫയൽ ചെയ്തു. കാരണം ഞങ്ങൾ 16 തൊട്ട് 23 വരെയുള്ള പ്രോഗ്രസ് ഞങ്ങൾ നോക്കി. നമ്മളെങ്ങും എത്തുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. സർവീസ് മാറ്റേഴ്സിൽ ഒരു കാര്യവും ചെയ്ത് കിട്ടുന്നില്ല. ഒന്നുകിൽ ഞങ്ങളുടെ വകുപ്പ് തല മേധാവി ചീഫ് സെക്രട്ടറി വേണ്ട രീതിയിൽ അത് ബാക്ക് ചെയ്യുന്നില്ല, പുഷ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ധനവകുപ്പ് എന്ന് വേണ്ട സപ്പോർട്ട് കിട്ടുന്നില്ല. അവസാനം ചർച്ചയ്ക്ക് ഒരു സ്കോപ്പ് തന്നെ അവസാനിച്ച് കൂടുതൽ പോസ്റ്റുകൾ IPSലോട്ടും സ്വകാര്യ വ്യക്തികളിലോട്ടും പോകാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ജൂൺ ജൂലൈയിൽ അസംബ്ലി ചെയ്ത് ഞങ്ങളുടെ ജനറൽ ബോഡി റെസൊല്യൂഷൻ എടുത്ത്, ഞാനാണെന്ന് പ്രസിഡൻറ്റ്. അതിനുശേഷം ഞാൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. ഞാനും കൂടെ കക്ഷിയായിക്കൊണ്ട് ഈ 367 എന്ന് പറയുന്ന ഒരു OA ഞങ്ങൾ ഫയൽ ചെയ്യുന്നത്. ആ OA ഞങ്ങൾക്ക് സെപ്റ്റംബർ ആയപ്പോൾ ഇൻ്ററിം ഓർഡർ കിട്ടി. അത് സർക്കാർ വളരെ ഫൈറ്റ് ചെയ്തു. അത് സർക്കാർ പറഞ്ഞു, അസോസിയേഷൻ ഈ കേസുമായിട്ട് വരാൻ പറ്റില്ല, ഇവർ അഗ്രീവ്ഡ് പാർട്ടീസ് അല്ല. ഇങ്ങനെയുള്ള എല്ലാ സാങ്കേതിക ന്യായങ്ങളെയും മറികടന്നാണ് ഞങ്ങൾക്ക് ഇൻ്ററിം ഓർഡർ ട്രിബ്യൂണലിൽ നിന്ന്. ട്രിബ്യൂണൽ ആകെ പറഞ്ഞത് മാറ്റുമ്പോൾ ചട്ടം പാലിച്ച് അതിൻ്റെ പ്രക്രിയ അനുസരിച്ച് മാറ്റണം എന്നുള്ളതാണ്. അപ്പോൾ തൊട്ട് കണ്ണിൽ കരടായല്ലോ. അതെ. പിന്നെ അങ്ങോട്ട് ജേണി അത്ര എളുപ്പമായിരുന്നില്ല. വാർത്തയായി, അതൊരു മോശമായി. കാരണം മറ്റൊരു അസോസിയേഷൻ, ഇപ്പോൾ NGO അസോസിയേഷനോ അല്ലെങ്കിൽ ഒരു ട്രേഡ് അസോസിയേഷനോ പോകുന്ന പോലെ അല്ലല്ലോ ഗവൺമെൻറ്റിൻ്റെ നേതൃസ്ഥാനങ്ങളിലുള്ള അംഗങ്ങളുടെ ഒരു അസോസിയേഷൻ ഗവൺമെൻറ്റിനോട് തന്നെ ചീഫ് സെക്രട്ടറിക്കെതിരെയല്ലേ കേസ് കൊടുക്കുന്നത്. അല്ല, പക്ഷേ പിന്നീട് സർക്കാരിൻ്റെ ലെക്കില്ലാത്തതുപോലെ KTDFC അങ്ങനെ ഓരോരോ സ്ഥാനങ്ങളിൽ സാറിന് മാറി. എനിക്ക് പ്രധാനമായിട്ടും തോന്നിയെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മാതിരി തന്നെ സർവീസ് ഗ്രൂപ്പുകളിലും മറ്റ് സ്ഥലങ്ങളിലും ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ നടത്തുന്ന നിരീക്ഷണങ്ങൾ വളരെ അൺകംഫർട്ടബിളായിട്ട് മാറി. അപ്പോൾ ചോദിക്കാൻ പാടില്ല.
അപ്പോൾ അതുകൊണ്ട് എന്നാൽ പിന്നെ ഈ തദ്ദേശ സ്ഥാപനങ്ങളെ പരിഷ്കരിക്കുന്ന ഒരു കമ്മീഷൻ അധ്യക്ഷനായിട്ട് ഇയാളെ സർക്കാരിൻ്റെ പുറത്തേക്ക് വെച്ചു കൊടുത്താൽ അതായിരിക്കും നല്ലത്. നമുക്ക് കാര്യങ്ങളൊക്കെ ദൈനംദിന അടിസ്ഥാനം ഞാനത് ഐ വാസ് നോട്ട് റെഡി ടു ടേക്ക് ഇറ്റ് ലൈങ് ഡൗൺ. അപ്പോൾ എന്നോട് അന്നത്തെ ചീഫ് സെക്രട്ടറി ടെലിഫോണിലൊക്കെ വിളിച്ചത് വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണ്, പിന്നെ താങ്കളിത് ഏറ്റെടുക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ആലോചിക്കാം എന്ന് പറഞ്ഞു. അന്ന് ഡിസൈഡ് ചെയ്ത ദിവസം തന്നെ. അതോടൊപ്പം എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് പറഞ്ഞു അവനെ ചവിട്ടി പുറത്താക്കുകയാണെന്നും പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ അതും നമ്മൾ റീബൗണ്ട് ചെയ്യുമല്ലോ. ഇൻ ദ സെൻസ് അത് ഞാൻ അറിയാൻ വേണ്ടി തന്നെ പറയുന്നതാണ്. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു ഇത് സുപ്രീം കോടതി വരെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ന്യായങ്ങൾ അഡ്ജുഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അത് ക്വാഷ് ചെയ്തു. എനിക്ക് തോന്നുന്നത് ഓഗസ്റ്റ് മാസമായപ്പോഴേക്കും കമ്മീഷൻ പിന്നെ പറഞ്ഞതേ ഇല്ല, ആരെയും നിയമിച്ചതും ഇല്ല, കമ്മീഷൻ അതോടെ ചത്തു. അല്ല, സർക്കാരിനെ സംബന്ധിച്ചത് വലിയ തിരിച്ചടിയല്ലേ? അതിൻ്റെ ഒരു പക അവർ മനസ്സിൽ സൂക്ഷിക്കില്ല? തീർച്ചയായിട്ടും ഉണ്ടാവും. 2016 മുമ്പ് ഇത്തരമൊരു പരാതി ഇല്ലായിരുന്നു അസോസിയേഷന്? അതായത് 16 മുമ്പുള്ള ഒരു അന്തരീക്ഷം ഞാൻ ഇരുണ്ട കാലഘട്ടമായിരുന്നല്ലോ എന്നിപ്പോൾ പറയുന്നു. 16 മുമ്പും സർവീസ് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നെ അപ്രിയകരമായിട്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ സമയത്ത് മാറ്റിയിട്ടുണ്ട്. പക്ഷെ അന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് ദർ വാസ് ആൻ എഫേർട്ട് ടു നമ്മളൊരു ഗ്രീവാൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പരിഗണിക്കാനുള്ളൊരു സന്മനസ് കൂടുതലായിട്ട് ഉമ്മൻചാണ്ടി സാറും വി എസും നമ്മുടെ എ കെ ആൻ്റണി സാറിനും ഉണ്ടായിരുന്നു. നടന്നില്ലെങ്കിൽ പോലും സമാധാനിപ്പിച്ച് അപ്പോൾ എന്നെ ഞാനിപ്പോഴും ഓർക്കുകയാണ്, അഹിതകരമായിട്ട് എന്നെ മാറ്റി ഞാൻ പരാതിക്കാരനായിട്ട് ചെന്നിരിക്കുകയാണ്. അപ്പോൾ അന്ന് ഇതുപോലെ ഉദ്യോഗസ്ഥരെ ഞാൻ ചീഫ് സെക്രട്ടറിയെ ധിക്കരിച്ചു എന്നുള്ള എന്തോ ഒരു പരാതിയായിരുന്നു അന്നത്തെ കാര്യം. യൂണിവേഴ്സിറ്റി ഇരിക്കും. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഉമ്മൻചാണ്ടി സാർ ഇങ്ങനെ എപ്പോഴും പെറ്റീഷൻ ഇങ്ങനെ കുറിച്ചുകൊണ്ട് നിൽക്കുമല്ലോ, നിന്നുകൊണ്ടാണല്ലോ ഭരണം, ഇരിക്കലില്ല. അപ്പം നിന്നുകൊണ്ട് ഇങ്ങനെ കുറിച്ചുകൊണ്ടിരുന്ന് എന്നെ ഇങ്ങനെ പാളി ഇങ്ങനെ നോക്കി. അപ്പോൾ ഞാൻ അടുത്ത് എന്ന് പറഞ്ഞു എന്നെ തട്ടി കൊട്ടയിലാക്കി എന്ന് പറഞ്ഞു. അങ്ങനെ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട്. അത് നമുക്ക് വളരെ കൊളോക്കിയലായിട്ട് അദ്ദേഹത്തിനോട് സംസാരിക്കാം. എന്നെ തീർത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് എപ്പോഴും വളരെ ജോവിയലായിട്ടുള്ള, പ്രത്യേകിച്ച് ഈ എഴുതുന്ന അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു ആർട്ടിക്കിൾ രാവിലെ മനോരമയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി 8 മണിക്ക് മുമ്പ് നമ്മളെ വിളിക്കും. ഇന്ന് എഴുതിയ വായിച്ചു, നന്നായിരിക്കുന്നു, കുരുത്തക്കേടൊന്നും ഇല്ല, നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് പറയും. അതാണ് ആ ഒരു ഗ്രേഷ്യസ്നെസ്. അല്ല, ആളുകളെ അടുത്തറിയാം അദ്ദേഹത്തിന് അല്ലേ? അടുത്തറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ സമയത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓഫീസേഴ്സും അദ്ദേഹവും ഒരു ടീമാണ്. ശരീരം പലതാണെങ്കിലും മിക്ക ആളുകളും ഒരു മനസ്സാണ്. നമ്മൾ ഓർക്കുന്ന ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുതിർന്ന സെക്രട്ടറിമാർ പലരും ഡയബറ്റിക് ആയിരിക്കും, ചിലർക്ക് ശാരീരിക അസ്വസ്ഥതകൾ കാണും, അമേസിങ് മെമ്മറിയാണ്. അപ്പം നമ്മൾ യോഗത്തിൽ ഇരിക്കുമ്പോൾ ചായ കൊണ്ടുവരുമ്പം മധുരമുള്ള ചായ ഡയബറ്റീസ് ഉള്ള ഒരാളുടെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി സാർ ആ സെർവ് ചെയ്യുന്ന ആളിനെ നോക്കിയിട്ട് മധുരമില്ലാത്തത് എന്ന് പറയും. ദാറ്റ്സ് എ ബിഗ് സിഗ്നൽ. എനിക്ക് ഓർമ്മ നിൽക്കില്ല. അപ്പോൾ ഒരു 20 പേരിരിക്കുന്നിടത്ത് ആര് ഡയബറ്റിക് അത് നമുക്ക് ഓർക്കാൻ കഴിയില്ല. പക്ഷേ അത്രയും അപ്പം ഞാൻ പറഞ്ഞ വളരെ ഇൻഫോർമലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു. നമുക്കൊരു മഹാമേരുവിനെ സമീപിക്കുന്ന പ്രതീതി ഒരിക്കലും നമ്മളെ ആരോട് സംസാരിച്ചാലും നമ്മൾ അദ്ദേഹത്തിനേക്കാൾ മീതെയാണെന്ന് നമുക്ക് തോന്നും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ കേസിൽ എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ പുള്ളി കുറച്ച് കടന്നുപോയി ചെയ്തത്, വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഞാനിത് എന്ത് വേണമെന്നുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞാണ്, കാര്യമാക്കണ്ട, വേറെ നല്ല 2 പോസ്റ്റ് തരാം, പ്രഭാകരനെ ഒന്ന് കണ്ടേക്ക്, നിങ്ങൾ തമ്മിൽ ഒന്ന് സംസാരിച്ചാൽ മതി, ഇത്രയേ ഉള്ളൂ. സോ ദാറ്റ് വാസ് ദ ഹോൾ തിങ്. അങ്ങനെ എത്രയോ എപ്പിസോഡ്സ് നമുക്ക് പറയാനുണ്ടാവും. പിന്നെ പറ്റിയതെന്ന് വെച്ചാൽ എൻ്റെ ഒരു നോട്ടത്തിൽ കമ്മ്യൂണിക്കേഷൻ ദുർഘടമായി. നമുക്ക് എന്തും വളരെ ആലോചിച്ച് പറയാൻ പറ്റുള്ളൂ. ഇത് പുതിയ കാലഘട്ടത്തിൽ വളരെ ആലോചിച്ച് നമുക്ക് കേൾക്കാൻ, പിന്നെ നമുക്ക് അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഇൻ്റർമീഡിയറീസ് വഴി പോകണം. കാരണം നമ്മൾ പറയുന്നത് നമ്മൾ മെറിറ്റിലാണെങ്കിൽ പോലും നമുക്കൊരു വാദമൊന്നും അവതരിപ്പിക്കാൻ പറ്റില്ല. അതിൻ്റെ സമയവും കാലവും ഒക്കെ വളരെ നോക്കി, റിയാക്ഷൻ അതൊരു സമയമൊക്കെ നോക്കിയിട്ടേ നമുക്ക് എന്തും അവതരിപ്പിക്കാൻ പറ്റും. എപ്പോൾ വേണമെങ്കിലും അതൊരു ക്രൈസിസിലേക്ക് മാറാം. അതാണ് ഈ കേസുകൾ റേസ് ചെയ്യാൻ കാരണം. അപ്പം ഞാനൊരു കാര്യം പറയാം, ഈ കേസിലെ ആവശ്യം എന്നൊക്കെ പറയുന്നത് വളരെ നിസ്സാരമാണ്. ഞാനാണ് കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ സാധാരണഗതിയിൽ പിന്നെ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഒരു പിന്നെ വളരെ ലെവൽ ഹെഡഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ അപ്പം തന്നെ കേസ് കൊടുത്ത ആൾക്കാരെ ഇങ്ങനെ വിളിച്ചിട്ട് ഞങ്ങൾ ചട്ടം അനുസരിച്ച് മാറ്റിയേക്കാം, നിങ്ങൾക്ക് ആവശ്യം ഈ 3 കേഡർ പോസ്റ്റുള്ളവരെ ഒന്ന് മാറ്റി വെക്കണം എന്നുള്ളതല്ലേ ഉള്ളൂ, എനിക്കൊരു 3 മാസം സമയം തരൂ, ഞാനത് മാറ്റി കേഡർ പോസ്റ്റ് നിങ്ങൾക്ക് തന്നേക്കാം, അവർക്ക് വേറെ എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്കാം, പ്ലീസ് വിഡ്രോ ദ കേസ് ആൻഡ് ബിഡ്. അനുകൂല ഒരു അഫിഡവിറ്റ് അങ്ങ് ഫയൽ ചെയ്യും. ശരിയാണ്, അസോസിയേഷൻ പറയുന്നത് ശരിയാണ്, ഈ 3 പോസ്റ്റിൽ ഞങ്ങൾ വെച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ആളുടെ ഷോർട്ടേജ് കൊണ്ട് ഞങ്ങൾ വെച്ചുപോയി, ഞങ്ങളിതങ്ങ് പരിഹരിച്ചേക്കാം, പെറ്റീഷൻ ക്ലോസ് ചെയ്തേക്കുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിന് 1.5 കൊല്ലം അഡ്വക്കേറ്റ് ജനറൽ അടക്കം ഫൈറ്റ് ചെയ്തു.
അസോസിയേഷൻ്റെയും ഒരുപാട് ലീഗൽ ഫീ പോയി അല്ലേ? വല്ല എക്സ്പെൻസീവ്, ടൈം കൺസ്യൂമിങ്. എന്ത് തെളിയിക്കാനാണ് ചട്ടം കേരളത്തിൽ പാലിക്കണമെന്ന്? പൊതു ഉദ്യോഗസ്ഥന്മാർക്ക് ഈ കാലഘട്ടത്തിൽ ഒരു ഭയം ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മൾ 360 ഡിഗ്രി വളയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഈ ചരടിന്മേൽ കോർത്ത പാവകളെ പോലെ നമ്മൾ പറയുന്ന ഇഷ്ടമാവോ ആ ഒരു അവസരം സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം വരെ നിങ്ങൾ പറയുന്നത്, പ്രവർത്തിക്കുന്നത്, കണ്ണ് അനക്കുന്നത്, വണ്ടി ഓടിക്കുന്നത്, ഇറങ്ങുന്നത്, പോകുന്നത് ഇഷ്ടമാവോ എന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബെയറിംഗ് പോവില്ലേ? അല്ല, ചോദ്യങ്ങൾ ചോദിക്കാം. ഒരു ചോദ്യം ചോദിക്കാൻ പറ്റില്ല, ഒറ്റ ചോദ്യം ചോദിക്കാൻ പറ്റില്ല. ഇൻ ദാറ്റ് സെൻസ് അതാദ്യം തന്നെ സെറ്റിൽഡ് ആയിരുന്നു. ഞാൻ ഓർക്കുന്നത്, അഭിപ്രായം പറയാനും പറ്റില്ല. അഭിപ്രായത്തിൻ്റെ ക്വസ്റ്റ്യൻ ഒതുക്കി നമ്മളൊക്കെ ഈ അനിഷ്ടം എക്സ്പെക്റ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ ശരാശരി മനുഷ്യൻ പേടിക്കില്ലേ? തീർച്ചയായും. ഇപ്പം നമുക്കിവിടെ വേരുകളുള്ളത് കൊണ്ട്, നമുക്ക് ജോലി ഇല്ലെങ്കിലും കഴിയാവുന്നുള്ളത് കൊണ്ട്, നമുക്ക് പിന്നെ അത്യാവശ്യം പിന്നെ സമൂഹത്തിൽ കോണ്ടാക്റ്റ് ഉള്ളത് കൊണ്ട് നമുക്കൊരു ശക്തി തോന്നുന്നതാണ്. ഇപ്പോൾ പുറത്തുനിന്ന് വന്ന് ഇവിടെ ഒരു മഹാരാഷ്ട്രത്തിൽ നിന്ന് വന്ന് ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളിന് അത്ര ഒരു സപ്പോർട്ട് കിട്ടുമോ? ഇല്ല. അയാൾ അത് പിന്നെ വെൽക്കം അല്ലാന്ന് കണ്ടാൽ പിന്നെ അയാൾ വസ്തുത പറയത്തില്ല. അതാണ് സാഹചര്യം. ഞാൻ ഓർക്കുന്ന ഒരു എപ്പിസോഡ്, എവിടെ എന്ത് ആരെപ്പോൾ പറഞ്ഞു എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ ട്രാൻസിഷനൊക്കെ നടന്ന സമയത്ത് ജേർണലിസത്തിൽ നിന്ന് വന്ന ഒരു IAS ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ചെയ്ത് പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്, ഏത് യോഗത്തിൽ ചെന്ന് കഴിഞ്ഞാലും ചോദ്യം ചോദിക്കും, നമ്മളോടും ചോദിക്കും, എല്ലാവരോടും ചോദിക്കും. അപ്പോൾ അദ്ദേഹം ഇതുപോലൊരു ഉന്നതതല അധ്യക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ പതിവ് രീതിക്ക് കാര്യങ്ങൾ മാറിയതറിയാതെ, പഴയ ഉമ്മൻചാണ്ടിയുടെ കാലം, തോളെ കൈയിടാവുന്ന കാലം മാറിയതറിയാതെ അദ്ദേഹം ചോദിച്ചു, സാറിൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രശ്നത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പം തന്നെ മറുപടി കൊടുത്ത്, ചോദ്യം ഇങ്ങോട്ട് വേണ്ട. അതോടുകൂടി പിന്നെ ഇപ്പോഴത്തെ ഒരു പൊതു നയമാണ്, ചോദ്യം വേണ്ട, ചോദ്യം ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ അതോടുകൂടി പിന്നെ അതിനുശേഷം പിന്നെ ആരും അവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല, ഒറ്റ ചോദ്യവുമില്ല. ചോദ്യം ചോദിക്കേണ്ടവർക്കൊക്കെ വീട്ടിൽ പോയി ചോദിക്കാം. അല്ല, അത് ഞാൻ പറയുന്നില്ല, അത് നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ക്വസ്റ്റ്യൻസ് വെയർ ഓൾ വിഡ്രോൺ അറ്റ് ദാറ്റ് പോയിന്റ്. പിന്നെ സംഗതികൾ സ്വാഭാവികമായിട്ട് ഞാൻ പറയുന്നത് ഡെമോക്രസി. അങ്ങനെ വരുമ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ ഒരു ആത്മാർത്ഥത നഷ്ടപ്പെടില്ലേ? അല്ല, അത് അത്രയ്ക്ക് മതിയെന്ന് വെക്കും. അല്ല, അപ്പോൾ ജനങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് അല്ല അവിടെ കുറയുന്നത്? അല്ല, അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ട്, ജനങ്ങളുടെ ഡെലിവറിക്കകത്തൊരു ഇമ്പാക്റ്റ് ഉണ്ട്. പക്ഷേ ഈ എല്ലാവരും സർക്കാരുമായിട്ട് ദൈനംദിന കോൺടാക്റ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ. ഇപ്പം താഴേക്കിടയിലുള്ള സർവീസ് ഡെലിവറി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പോൾ അപ്പറ്റ ഒരു കളക്ടർ വരെ, അവർക്ക് എല്ലാ ദിവസവും മിനിസ്റ്റേഴ്സിനെ കാണേണ്ട ആവശ്യമില്ല. അവർ കാണേണ്ടപ്പോൾ മാത്രം, അല്ലെങ്കിൽ അവരെ വിളിക്കുന്ന യോഗത്തിൽ ഉന്നത തലത്തിൽ വന്നാൽ മതി, അല്ലെങ്കിൽ അവരെ സെക്രട്ടറിമാർ കൈകാര്യം ചെയ്തോളും. അപ്പോൾ അവർക്ക് ആ ദൈനംദിന പ്രശ്നമില്ല. പക്ഷേ സെക്രട്ടറീസ് എന്ന് പറയുന്നത് ദൈനംദിനം ക്യാബിനറ്റുമായിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്, എപ്പോഴും ഹൈ വോൾട്ടേജ് ആണ്. ഒന്നുകിൽ ഗവർണർ, അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭ, അല്ലെങ്കിൽ കേന്ദ്ര സെക്രട്ടറിമാർ, അല്ലെങ്കിൽ മന്ത്രി, ഇവരാണല്ലോ നമ്മുടെ ഒരു അക്കൗണ്ടബിലിറ്റി സിസ്റ്റം. അപ്പോൾ അവിടെ ഫ്രാങ്ക് ആൻഡ് ഫെയർ ഡിസ്കഷൻസിനുള്ള സ്കോപ്പാണ് നമ്മുടെ എഫക്റ്റീവ്നെസ്സിനെ ഡിസൈഡ് ചെയ്യുക. പല കാര്യങ്ങളും നമ്മൾ ഗോപ്യമായിട്ട് പറയേണ്ടതായിട്ടും വരും. അപ്പോൾ അതൊരു മൈനസാണ്. പക്ഷേ വേറെ ചില സ്ട്രെങ്തുകളും ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് എൻഫോഴ്സ് ചെയ്യാനുള്ളൊരു എബിലിറ്റി, ആ ഒരു പില്ലർ എന്നുള്ള നിലയിൽ പിന്നെ ഒരു സംഗതിക്ക് ഒരു സ്ട്രെങ്തും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ദൗർബല്യം അങ്ങനെയും വരും. ഈ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് പലപ്പോഴും ഭരണകൂടവുമായി ഇങ്ങനെ ഏതെങ്കിലും തലത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലപ്പുറം ഒരു രാഷ്ട്രീയ മണ്ഡലത്തിൻ്റെ പിന്തുണ ഈ ഭരണകൂടത്തിനുണ്ട്. അവർ വ്യക്തിപരമായി വേട്ടയാടില്ലേ? ആക്ഷേപങ്ങൾ മാത്രമല്ല, വ്യക്തിപരമായി ചിലപ്പോൾ ചില സൗഹൃദങ്ങളുടെ പേരിലാവാം, അല്ലെങ്കിൽ മറ്റ് ചില അപകട കെണികൾ ഒരുക്കി വെച്ചിട്ടാവാം. അതൊക്കെ വലിയ അപകടകരമായ അവസ്ഥയാണ്. ആ അപകടം എപ്പോഴും ഉണ്ട്. കാരണം ഈ ഗെയിമിൽ യാതൊരുവിധ മര്യാദകളും ഇല്ല. ഏത് തരം വരെയും പോയി ആളെ വീഴ്ത്താനുള്ള സംവിധാനം, അത് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ അത് അറിയാം. അതുകൊണ്ട് അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഭീതിയുണ്ട് ഇൻ ദാറ്റ് സെൻസ്. അപ്പോൾ KSEBിലൊക്കെ എനിക്ക് വളരെ പ്രത്യേകമായിട്ടറിയാം, ഈ താഴേക്കിടയിലുള്ള ചില ജീവനക്കാരികളെ ഉപയോഗിച്ചുകൊണ്ട് മേലുദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുന്നത് എനിക്കറിയാം. അത് അങ്ങനെയുള്ള നിരവധി ഫയലുകൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. KSEB ഒരു വളരെ വിചിത്രമായ ഏജൻസിയാണ്. അവിടെ 6 കൊലക്കേസ് പ്രതികൾ തന്നെ ഉണ്ട്. ഞാനവിടെ ചെയർമാനായിട്ട് PFIയുടെ ദേശീയ ചെയർമാൻ, അവിടുത്തെ ഓവർസിയറാണ്. ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് അദ്ദേഹം തിഹാർ ജയിലിലോ മറ്റോ അവരെ അറസ്റ്റ് ചെയ്തല്ലോ എല്ലാവരും. അതേ KSEBിലെ ഓവർസിയറാണ്. അപ്പോൾ എൻ്റെ പുറത്ത് ആ സമയത്ത് അദ്ദേഹത്തിന് പിന്നെ സസ്പെൻഷൻ റിവോക്ക് ചെയ്ത് സർവീസിൽ തിരിച്ചെടുക്കണമെന്ന് വളരെ കാര്യമായ ശുപാർശകളും
ഫയലും ഉണ്ടായിരുന്നു. അന്നത്തെ സംസ്ഥാന പോലീസ് മേധാവിയാണ് എനിക്ക് അതിന് ക്ലിയറൻസ്, ഞാൻ എഴുതി ചോദിക്കുകയും അദ്ദേഹം ക്ലിയറൻസ് തരാതിരുന്നത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അത്ര കടുത്ത ഒരു പിന്നെ അദ്ദേഹത്തെ റീഇൻസ്റ്റേറ്റ് ചെയ്യണമെന്ന് വലിയ അഭിപ്രായം ഉണ്ടായിരുന്നു. നോട്ട് പർട്ടിക്കുലർലി ഗവൺമെൻറ്, പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെയുള്ളൊരു വിചിത്ര ലോകമാണ്. അപ്പോൾ അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ആദ്യം വലിയ സൗഹൃദം കാണിക്കും ഈ സൂപ്പർവൈസറി ഉദ്യോഗസ്ഥൻ്റെ അടുത്ത്, ഈ പ്രത്യേകിച്ച് വനിതാ ജീവനക്കാരിയെ കൊണ്ട് അത് കാണിപ്പിക്കും. അങ്ങനെ ചെല്ലുമ്പോൾ പിന്നെ മനുഷ്യരല്ലേ, ചില രീതിയിലുള്ള ചാബല്യങ്ങൾ, ഇല്ലെങ്കിൽ ഒരു മെസ്സേജ്, ഒരു പിന്നെ എന്തെങ്കിലും ഒരു സ്ലിപ്പ് ഈ ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്ന് പറ്റും. ആത്യന്തികമായിട്ട് അയാൾ രാവിലെ തൊട്ട് മുഷിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഒരു കുറച്ചൊരു മധുരം കിട്ടിക്കഴിയുമ്പോഴേക്കും അറിയാതെ ഇല്ല ഈച്ചയെ പോലെ അയാൾ കയറി അതിൽ കാല് വെക്കും, തീർന്ന്. പിന്നെ അവർ പറയുന്നേ ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലേ പിറ്റേ ദിവസം ട്രാപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ആളുകൾ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, സാർ ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ കുടുംബത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ. പിന്നെ അടിമയാണ് അവർ. നിങ്ങൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരിക്കും, ചീഫ് എഞ്ചിനീയർ ആയിരിക്കും, പക്ഷേ ആ താഴെക്കടയിലുള്ള ജീവനക്കാരി കൊണ്ടുവരുന്ന കാര്യം ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ. ഇല്ലേ അവരുടെ ഹാൻഡ്ലേഴ്സ് പുറകെ വരും. ഹാൻഡ്ലേഴ്സ് പുറകെ വന്നിട്ട് പറയും നിങ്ങൾ XYZ അടുത്ത് ചെയ്തൊക്കെ ഞങ്ങൾക്ക് അറിയാം, എടുത്ത് പുറത്തിടുന്ന ആളെ രാവിലെ. ഇതിനെല്ലാം പിന്നിലൊരു അധോലോകം ഉണ്ടല്ലേ? എനിക്ക് തോന്നുന്നത് അതിനെ അങ്ങനെ വിളിക്കാമെന്നാണ് തോന്നുന്നത്. ഒരു എന്താണ് പറയുന്നത്, ദർ ഈസ് എ നെതർ വേൾഡ് which controls the powers that appear to be in control. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അത് വല്ലാത്തൊരു ഞാണിന്മേൽ കളിയാണ്. നമ്മൾ ശരിക്കും സമ്മർദ്ദത്തിലിരിക്കുമ്പോൾ നമ്മുടെ മുറിയിൽ ആര് കയറുന്നു എന്നുള്ളത് പോലും ഉദ്യോഗസ്ഥർ അല്പം പകപ്പോടുകൂടി. എനിക്കൊക്കെ അതിന് ചില സംവിധാനങ്ങളുണ്ട്, ക്യാമറയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് പ്രവർത്തിക്കാനൊക്കത്തില്ല. കാരണം നമ്മളാരെ ആക്രമിച്ചില്ല എന്നുള്ളത് എപ്പോഴും തെളിയിക്കാനുള്ള ബാധ്യത നമ്മുടെ നിലയിലാണ്. വെപ്പണൈസ്ഡ് ആയിരിക്കണം, എപ്പോൾ ഒരാക്രമണം വരും എന്നുള്ളത് പറയാൻ സാധിക്കില്ല. അപ്പോൾ എപ്പോഴും തിരയുള്ള തോക്ക് കയ്യിലില്ലാതെ സാധിക്കില്ല. ഇപ്പം ഇല്ല, സ്വയം ചിലപ്പോൾ ഒന്നുകൊണ്ട് പോലും പറ്റില്ല. ഞാൻ വീട്ടിൽ പലപ്പോഴും ഒരു ബാക്കപ്പ് വെപ്പൺ എപ്പോഴും കരുതാറുണ്ട്. ഒന്ന് തിര തീർന്നു പോയാൽ പോലും. കാരണം കൊല്ലാനായിട്ട് വരുന്ന അക്രമികൾ ഒരാളായിട്ട് വരില്ലല്ലോ, കുറച്ചാളെ പ്രതീക്ഷിക്കണമല്ലോ. അപ്പോൾ വാഹനത്തിലൊക്കെ അത്യാവശ്യം എല്ലാ സംവിധാനവും എപ്പോഴും തീർച്ചയായിട്ടും ഇപ്പോൾ ഒരുക്കത്തോടു കൂടിയുള്ള യുദ്ധമാണ്. തീർച്ചയായിട്ടും. ഈ കെട്ടകാലത്തിന് മുമ്പ് ഒരു ഇരുണ്ട കാലമുണ്ട്. അതേക്കുറിച്ച് ഇപ്പോൾ ഈ സർക്കാർ വളരെ നിശ്ചിതമായ ചില പരിഹാസം ഉയർത്തുന്നുണ്ട്, പരസ്യം കൊടുക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണോ? അല്ല, അത് ചോദിച്ചപ്പോഴാണ് ഞാനത് പിന്നെ പരാമർശിക്കാവുന്ന ഒരു സംഗതിയാണ്. കാരണം ഇതൊന്നും നമ്മുടെ ഒരു പ്രാക്ടീസിലോ പരിചയത്തിലോ ഇല്ലാത്ത പ്രവണതകളാണ്. കാരണം ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർ ഗവൺമെൻറ് നന്നായി നടക്കുന്നു എന്ന് പരസ്യം കൊടുക്കുന്നത് എല്ലാ കാലത്തും ഉണ്ട്. അതിനാണല്ലോ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ സംവിധാനങ്ങൾ. ന്യൂസ് റീൽ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ന്യൂസ് റീൽ അറിയാത്ത സിനിമ ആണെന്ന് എല്ലാവർക്കും അറിയാം, ന്യൂസ് റീൽ. പക്ഷേ ഇപ്പോൾ കണ്ടൊരു വ്യതിയാനം, അടുത്ത കാലത്ത് കണ്ടൊരു വ്യതിയാനം എന്ന് പറയുന്നത്, മുൻപുണ്ടായിരുന്ന ഒരു പോയിന്റിൽ സംസ്ഥാനമാകെ ഇരുണ്ട യുഗവും 26 എല്ലാം വെളുത്തു വന്നു എന്നും പറഞ്ഞിട്ട് നമ്മൾ തന്നെ പരസ്യം കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു പ്രയാസം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവൺമെൻറ് എന്ന് പറയുന്നത് തുടർച്ചയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2016 അങ്ങുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഞാൻ 98 തൊട്ട് സർക്കാരിൻ്റെ ഭാഗമില്ല. അപ്പോൾ 16-ന് മുമ്പ് ഇത് ഇരുണ്ട കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയൊക്കെയാണ് ഹ്യൂമിലേറ്റ് ചെയ്യുന്നത്? ഞാൻ വന്നപ്പോൾ സഖാവ് നായനാർ മുഖ്യമന്ത്രി, AK ആൻ്റണി സാറ്, VS അച്യുതാനന്ദൻ സാറ്, ഉമ്മൻചാണ്ടി സാറ്. അപ്പോൾ അവർക്ക് നേട്ടങ്ങളൊന്നുമില്ലെന്നല്ലേ നമ്മൾ പരോക്ഷമായിട്ട് പറയുന്നത്. അത് മാത്രമല്ല, അതിൽ സാങ്കേതിക പ്രശ്നമുള്ളത് വെച്ചാൽ ഉദ്യോഗസ്ഥർക്ക് എങ്ങനെ അങ്ങനെ ഒരു പരസ്യം കൊടുക്കാൻ പറ്റും? അതായത് ഈ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത്, പത്രങ്ങൾ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങൾ തെറ്റായ വിവരങ്ങൾ എഴുതിയാൽ നമ്മളതിൻ്റെ തിരുത്തു കൊടുക്കേണ്ട ഏജൻസിയാണ്. ഇപ്പം നമ്മൾ ഒരു കാലത്ത് പത്രങ്ങളിൽ പ്രതികൂലമായി വന്ന റിപ്പോർട്ടുകളെല്ലാം കള്ള് ചെയ്തുകൊണ്ട് വന്ന് അങ്ങോട്ട് പൈസ കൊടുത്ത് ഹിന്ദുവിൻ്റെ ഫ്രണ്ട് പേജിൽ ദേശവ്യാപക എഡിഷൻ പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ ഒരു പൊരുത്തക്കേട് കാണുന്നുണ്ട്. അത് ഈ ഉദ്യോഗസ്ഥന്മാർ തന്നെയല്ലേ ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്തുകൊണ്ടാണ് അത് മോട്ടിവേഷൻ അങ്ങനെ വരുന്നത്? ഇപ്പം ഞാനാണ്, എൻ്റെ അടുത്താണ് ഈ പരസ്യം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റില്ല, ഇത് രാഷ്ട്രീയ പാർട്ടിക്ക് ചെയ്യാം, ദിസ് ക്യാൻ ബി ഡൺ ബൈ ദ പൊളിറ്റിക്കൽ പാർട്ടി. രണ്ടാമത്തെ ഭാഗം ഓക്കെ, അതായത് 26-ലെ നേട്ടം എനിക്ക് വിപുലമായി പ്രസിദ്ധീകരിക്കാം, അതിനെനിക്ക് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. 16-നെ അപേക്ഷിച്ച് ഞാൻ മുന്നേറിയെന്നും പറയാം. പക്ഷേ 16-ൽ നേട്ടങ്ങളേ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ വസ്തുതാവൈരുദ്ധ്യമില്ലേ? ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ അത് മാത്രമല്ല, ഞാൻ ആ പരസ്യം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ 26-ലെ നേട്ടവും ഇപ്പോൾ പ്രസിദ്ധീകരിച്ച പ്രോഗ്രസ് റിപ്പോർട്ടും എടുത്ത് നോക്കി. അപ്പോൾ അതിൽ പറയുന്നത് വിഴിഞ്ഞം പോർട്ട് പദ്ധതി വളരെ വിജയകരമായി 1ാം ഘട്ടം കമ്മീഷൻ ചെയ്തു. അത് ഈ 16-ന് മുമ്പാണല്ലോ നമ്മൾ കരാർ വെച്ചത്, നമുക്ക് ഓർമ്മയുണ്ടല്ലോ. റെസ്പെക്റ്റീവ് ഓഫ് ചീഫ് മിനിസ്റ്റർ, അത് മിസ്റ്റർ ജെയിംസ് വർഗീസിൻ്റെ സമയത്താണ് ആ കരാർ വെച്ചത്. അദ്ദേഹം അതിൻ്റെ പേര് ഒരുപാട് പഴി കേട്ടു, ആക്ഷേപം കേട്ടു, അന്വേഷണ കമ്മീഷന് മുമ്പിൽ, അതൊക്കെ വേറെ കാര്യം. പക്ഷേ ആ കരാർ, ആ കൺസെഷൻ എഗ്രിമെൻ്റ് ഇല്ലെങ്കിൽ ഈ പോർട്ടേ ഇല്ല.
അദാനിയുടെ സിംഗിൾ ടെൻഡർ അപ്രൂവ് ചെയ്തുകൊണ്ടുള്ള വളരെ റിസ്ക് എടുത്തുള്ള ഡയറിംഗ് ആയിട്ടുള്ള ഡിസിഷൻ അന്നില്ലെങ്കിൽ ഈ പോർട്ടിൻ്റെ 1ാം ഘട്ടവും 2ാം ഘട്ടവും വിജയഗാഥയും ഒന്നുമില്ല. കൊച്ചി മെട്രോ എടുത്തു ആ സമയത്തല്ലേ വന്ന്. കണ്ണൂർ വിമാനത്താവളം ഓൾമോസ്റ്റ് ട്രയൽ ലാൻഡിങ് നടത്തിയിട്ടാണ് ശ്രീ കെ ബാബുവും ശ്രീ ഉമ്മൻചാണ്ടി ഓഫീസ് ഒഴിഞ്ഞ് അവർ തോറ്റ ഇലക്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ചരിത്രം സ്മൃതിയിൽ ആണ്ടിട്ടില്ലാത്ത നമ്മളത് നോക്കിയിട്ട് അതൊരു സമ്പൂർണ്ണ ഇരുണ്ട കാലമായിരുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൊരു എവിടെയോ വസ്തുതയുടേതായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. അങ്ങനെയാണ് അതിനെ നിയമപരമായി സമീപിക്കാമല്ലോ ഈ പരസ്യത്തിനെതിരെ. നിയമപരമായി സമീപിച്ചാൽ അത് തെളിയിച്ചൊക്കെ വരുമ്പോഴേക്കും എൻ്റെ പ്രസക്തി സത്യത്തിൽ അത് ഈ മോഡൽ കോഡ് വന്നതിന് ശേഷം പ്രസിദ്ധീകരിക്കാനേ സാധിക്കുകയില്ല. അതിന് മുമ്പായതുകൊണ്ട് അത് മീഡിയ എടുത്തു, അതങ്ങനെ വന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഭാവിയിലെ ഒരു ഗവൺമെൻറ് അത് പൊതുപ്പണത്തിൻ്റെ ദുരുപയോഗമായിട്ട് കണ്ടാൽ വലിയ ബുദ്ധിമുട്ട് വരും. ഇത് വരച്ചു കൊടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കോടികളല്ലേ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത്. അത് വസ്തുതയില്ലല്ലോ അതിനകത്ത്. ഒരു ഫാഷിസ്റ്റ് സമീപനം ഇത്തരം പല പ്രവർത്തനങ്ങളും ആ കാലഘട്ടത്തിൽ ഒരു അടയാളമായി വരില്ലേ? അല്ല, നിശ്ചയമായിട്ട് ഇതൊരു എന്താ ഒരു ക്വസ്റ്റ്യനബിൾ കളറബിൾ ആയിട്ടുള്ളൊരു ഇടപാടാണ്. അത് ഒരിക്കലും ആശ്വാസ്യമല്ല. ഇപ്പം നാളെ ഞാൻ ഇതിൻ്റെ അപകടം എന്ന് പറയുന്നത് അടുത്ത 5 കൊല്ലം കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു പരസ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാമോ? 26 ഒരു മഹാ ഇരുണ്ട യുഗമായിരുന്നു പറഞ്ഞിട്ട് ഇത് അനുവദിക്കാമെങ്കിൽ അടുത്ത ആളിനും ചെയ്യാമല്ലോ. ഇങ്ങനെ ഓരോ ഒരു ചരിത്രം, നമുക്കൊരു ചരിത്ര ബോധമുണ്ടല്ലോ. നമ്മൾ 56-ൽ വന്ന കേരളം എന്തായിരുന്നു? 45 വയസ്സ് ആയുർദൈർഘ്യമായിട്ട് ജേണി ആരംഭിച്ച ഒരു സ്റ്റേറ്റ് ഇന്ന് ഒട്ടേറെ കാര്യങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിലാണ്. അതിന് യാതൊരു സംശയമില്ല. ഇന്ത്യയിലെ ഒരു എക്സാംപ്ലാർ ഓഫ് പാർട്ടിസിപ്പേറ്ററി ഡെവലപ്മെൻറ്റ് തന്നെയാണ് കേരളം. പക്ഷേ അതിൽ കേരളോൽപ്പത്തി 2016-ലായിരുന്നു എന്ന് പറഞ്ഞാൽ കുറച്ച് കടന്നുപോയില്ലേ? അങ്ങനെയോടുള്ള ഈ സ്വകാര്യ സംഭാഷണങ്ങളിലെ പൊതുവെ IAS ഉദ്യോഗസ്ഥർ എന്താണ് അവരുടെ ഒരു സ്വകാര്യതയിൽ പറയുന്നൊരു സ്വകാര്യത പരസ്യമാക്കാനുള്ളതല്ലെങ്കിൽ പോലും അവർ ഇപ്പോൾ തൃപ്തരാണോ? എനിക്ക് തോന്നുന്നില്ല. ഓണസ്റ്റ്ലി എനിക്ക് തോന്നുന്നില്ല. അതിന് കാരണം ഒരു പ്രശ്നമുണ്ട്. ഒന്ന്, കഴിഞ്ഞ 10 വർഷം സംസ്ഥാന കേഡറിൽ വന്ന ഉദ്യോഗസ്ഥർ മറ്റ് ഗവൺമെൻറ്റുകളെ അല്ലെങ്കിൽ അതിന് മുൻപത്തെ സെനാരിയോ, ഇപ്പം 2000-ൽ ഗവൺമെൻറ് എന്തായിരുന്നു? 99-ൽ ഞാൻ കേഡറിൽ വരുമ്പോൾ പാർട്ടിസിപ്പേറ്ററി പ്ലാനിംഗ് പ്രോസസ്സായിരുന്നു വലിയ സംഗതിയായിട്ട് വികസിച്ചുകൊണ്ടിരുന്നത്. നയനാർ സാറിൻ്റെ ഗവൺമെൻറ് അന്ന് കഷ്ടിച്ച് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മന്ത്രിപദം ഒഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് പാർട്ടിയിലേക്ക് പോയിട്ടേ ഉള്ളൂ. ആ സമയമാണത്. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ഗവൺമെൻറ് എന്ന് പറയുന്നത് ഉയർന്ന തലത്തിൽ എത്രത്തോളം, ഇപ്പം സഖാവ് നയനാരുമായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഭവമാണ്. അത്രയും ഒരു ഈ കുടുംബത്തിൻ്റെ ഒരു കാരണവരെന്നുള്ള നിലയിൽ നമുക്ക് എന്തും പറഞ്ഞാൽ ചിലപ്പോൾ തിരിച്ച് ഭയങ്കര ഉഗ്രൻ പ്രയോഗങ്ങൾ നടത്തുകയും ചെയ്യും. പക്ഷേ ദ തിങ് ഈസ് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഫ്രീ ആൻഡ് ഫ്രാങ്ക് ആയിരുന്നു. ആൻ്റണി സാറും അത് ഉദ്യോഗസ്ഥരുടെ കാഴ്ചപ്പാടുകൾ സശ്രദ്ധം കേൾക്കും, എല്ലാം ചെയ്യത്തൊന്നുമില്ല. ബട്ട് ഹി വിൽ ഓൺലി ഗോ ബൈ ഹിസ് ഓൺ കൗൺസിൽ. അങ്ങനെയായിരുന്നു. അപ്പോൾ ആ അന്തരീക്ഷം ഇവർക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം നമ്മുടെ മനസ്സിലുള്ള ഫ്രീ എക്സ്ചേഞ്ച്, സ്വാതന്ത്ര്യം ഞാൻ പറയില്ല, എന്നാൽ പോലും ഫ്രീ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഈ കഴിഞ്ഞ 10 കൊല്ലം വന്ന കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഗവൺമെൻറ് എല്ലാ കാലവും ഇങ്ങനെ ഒരു ഡിറിജിസ്റ്റ്, വളരെ നോക്കിയും കണ്ടും ഒക്കെ മാത്രം വാ തുറക്കാൻ വളരെ ശ്രദ്ധിക്കണം എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. കാരണം ഇത് സ്പിൽ ഓവർ ചെയ്യുമല്ലോ. സെക്രട്ടറീസ് ഒരു മൂഡ് ചേഞ്ച് വ്യത്യാസം വന്ന് റൂമിൽ ഇരിക്കുമ്പോൾ അവർ HODസിനെ വിളിച്ചു കൂട്ടുമ്പോൾ അവർ ഇറിറ്റബിൾ ആയിരിക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? അവർക്ക് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ലല്ലോ. ഇത് സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ്, അതോ അറിവില്ലായ്മ മറ്റുള്ളവരെ അറിയിക്കേണ്ട എന്ന് കരുതി ഈ ഒരു നിശബ്ദത സൂക്ഷിക്കുന്നതാണോ? അല്ല, എല്ലാ തലത്തിലും സൊസൈറ്റിയിൽ നമ്മൾ പൊതുവെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഈ ഡെമോക്രസി എന്ന് പറയുന്നത് തന്നെ ചർച്ചയ്ക്ക് ധാരാളം സമയം മാറ്റിവെച്ചിരിക്കുന്ന ഒരിടമാണല്ലോ. അപ്പോൾ ചർച്ച ചെയ്ത് കൺവിൻസ് ചെയ്ത് ബോധ്യം വരുത്തി ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് നവകേരള സദസ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ഔട്ട്റീച്ച് എക്സർസൈസ് ആയിരുന്നു ഗവൺമെൻറ് നടത്തി. 20 ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് സ്റ്റേറ്റ് ഒട്ടുക്ക്. അത് വളരെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അത് വളരെ നോവലായിട്ട് നല്ല ഉദ്ദേശത്തോടു കൂടി ഒരു സ്റ്റേറ്റും ചെയ്തിട്ടില്ലാത്തൊരു എക്സർസൈസാണ്. അതാണ് മന്ത്രിമാരെല്ലാവരും എല്ലാ നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസീസിലും എത്തുക, നേരിട്ട് പരാതി കേൾക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാം മാനിഫെസ്റ്റ് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ അതിനകത്ത് 1-2 പ്രശ്നങ്ങളുള്ളത് ഞാൻ ചൂണ്ടിക്കാണിച്ചെന്ന് വെച്ചാൽ എൻ്റെ ലെവലിൽ, മൈ ലെവൽ, അന്നത്തെ ചീഫ് സെക്രട്ടറിയോട് ഞാൻ പറഞ്ഞിരുന്നത് ഇതിനകത്ത് ഇങ്ങനെ 2 പ്രശ്നമുണ്ട്. അപ്പോൾ ആ വ്യക്തി സൂചിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നും തന്നതുപോലെ നടപ്പാക്കുക, ഒരു മാറ്റവും ഡിസ്കസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതിൽ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, ഞാൻ വിമർശനാത്മകമായിട്ട് പറയല്ല. അതിൽ വന്ന ഒരു പ്രശ്നം, ഇത്രയും ലോജിസ്റ്റിക്സ് എടുത്ത് നമ്മൾ സ്റ്റേറ്റ് മുഴുവൻ പോകുന്നു, മന്ത്രിമാരടക്കം 20 പേര്, ഉദ്യോഗസ്ഥരെല്ലാവരും പോകുന്നു.
സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലെ ഒരു ചിട്ട അനുസരിച്ച് എല്ലാ മന്ത്രിമാരെന്നല്ല ഒരു മന്ത്രി ഒരു പഞ്ചായത്തിലെത്തിയാൽ പോലും പരാതിക്കാർ വരും, പെറ്റീഷൻസ് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അത് മന്ത്രി കയ്യിൽ വാങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ആ വരുന്ന ആൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല. കാരണം ഞാൻ പറയുന്നത് അവിടെ തന്നെയുള്ള ഡെപ്യൂട്ടി തഹസിൽദാരും ഇതല്ലെങ്കിൽ വാങ്ങിക്കില്ലേ. അപ്പോൾ ഞാൻ ഏതായാലും അത് ഉദ്യോഗസ്ഥർ തന്നെ പരാതിയെല്ലാം വാങ്ങിച്ചു, ലക്ഷക്കണക്കിന് പരാതി ഉണ്ടായിരുന്നു. ആ പരാതികൾ ഡിസ്പോസ് ചെയ്യാനായിട്ട് നമ്മളൊരു സംവിധാനം ഓർഗനൈസ് ചെയ്തു. അപ്പോൾ അതിന് ഓരോ ജില്ലയിലും ഓരോ സെക്രട്ടറിമാരാണ് ചുമതല വഹിച്ചത്. ഒരു 3-4 മാസത്തോളം ആ പരാതികൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്തു. കുറേ എണ്ണം തീർപ്പായതായിട്ടും കണ്ടു, അതിലും തെറ്റൊന്നുമില്ല ആ പാട്ട്. പക്ഷെ ഞാൻ ആലപ്പുഴ ജില്ലയുടെ ചാർജായിരുന്നു. അപ്പോൾ ഞാൻ തുറന്നു പറയാം കേട്ടോ, ഇതൊരു പുതിയ അറിവായിരിക്കും. ആലപ്പുഴ ജില്ലയുടെ കളക്ടർ എന്നോട് പറഞ്ഞു 85% പെറ്റീഷൻസും ഞാൻ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്കത് അവിശ്വസനീയമായിട്ട് തോന്നി. ആയിരക്കണക്കിന് പെറ്റീഷൻസ് ഉണ്ട്. ആ ഉദ്യോഗസ്ഥർ ഒട്ടും മോശമല്ല. 1000കണക്കിന് പെറ്റീഷൻസ് ഇന്ന് 3 മാസം കൊണ്ട് 85% എന്ന് പറഞ്ഞാൽ 10,500 പെറ്റീഷൻസ് ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പം ഞാനൊരു കാര്യം ചെയ്തു, ആയിക്കോട്ടെ അത് ഞാൻ പറഞ്ഞു. ഞാനവരെ യോഗം പിരിച്ചുവിട്ട ശേഷം ഞാൻ പാലക്കാട്ടെ ജില്ലാ കൃഷി ഓഫീസർ ആലപ്പുഴയിലെ ജില്ലാ കൃഷി ഓഫീസറെ വിളിച്ചിട്ട് കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ അദാലത്തിൽ അല്ലെങ്കിൽ സദസ്സിൽ തീരുമാനമാക്കിയ പെറ്റീഷൻസിൽ നിന്ന് ഒരു 100 എണ്ണം റാൻഡമായിട്ട് തികച്ചും റാൻഡമായിട്ട് ഇങ്ങ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ ഡിസ്പോസൽസ് ഇങ്ങ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ മൊത്തം പരിശോധിച്ചു. എന്തായിരുന്നറിയോ എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നറിയോ? സൂചന 1, തഹസിൽദാർ അല്ലെങ്കിൽ കൃഷി ഓഫീസർ മുമ്പാകെ താങ്കൾ ഫെബ്രുവരി മാസം സമർപ്പിച്ച അപേക്ഷ. സൂചന 2, മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി സമക്ഷം താങ്കൾ സദസ്സിൽ സമർപ്പിച്ച അപേക്ഷ. 2ാം സൂചന 1ാം സൂചന പ്രകാരം തീർപ്പാക്കിയിരിക്കുന്നു. അവിടെ അല്ല, നേരത്തെ റിജക്ട് ചെയ്തതാ. തഹസിൽദാർ റിജക്ട് ചെയ്ത പ്രകാരം 2ാം സൂചനയും തീർപ്പാക്കിയിരിക്കുന്നു. ഇത് കിട്ടുന്ന ഒരാള് നമ്മുടെ ഔട്ട്റീച്ചിനെ അപ്രീഷിയേറ്റ് ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ ജനസദസ് ഒരു പക്ഷേ ശരിക്കും തിരിച്ചടിച്ചിട്ടുണ്ടാവുമല്ലോ ഈ സർക്കാരിനെ. ഇലക്ഷനിൽ ഗുണം ചെയ്തില്ല. അത് റിമെമ്പർ, അതെ, ലോക്സഭാ ഇലക്ഷനിൽ പ്രത്യക്ഷത്തിൽ സദസ്സിൽ നിന്നൊരു നേട്ടം കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്തായിരുന്നല്ലോ, ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ആ സമയത്തല്ലേ അത്. അതിനുശേഷം വന്നിടത്തും ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ പിന്നെ ഈ ഇമ്പാക്റ്റിൻ്റെ ഒരു പ്രശ്നം വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യം ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശേഷം ഞാൻ മുഖ്യമന്ത്രിയോടൊപ്പം പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ആളുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ പുള്ളി എന്നോട് തലയുറഞ്ഞിട്ട് പറഞ്ഞ്, ഇതേ കാര്യം ഞാൻ അന്ന് പറഞ്ഞതാണ്, ഞാനും കേൾക്കപ്പെട്ടില്ല. അപ്പോൾ ഇത് പറഞ്ഞാൽ ഇതെന്താണെന്നറിയോ, ഇതിനകത്തെ ഒരു കുറ്റപ്പെടുത്തലല്ല, പക്ഷേ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ നമ്മൾ തുറന്ന് സംസാരിക്കുന്നതിൻ്റെ ഒരു മെച്ചം എപ്പോഴും ഉണ്ട്. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നമ്മൾ ഈ എക്സ്പീരിയൻസിൽ നിന്ന് വരുന്ന ഒരു അനാലിസിസ് ഇതിനകത്ത് എപ്പോഴും പ്രധാനമാണ്. പെറ്റീഷണർ നമ്മളവിടെ ചെല്ലുന്നതുകൊണ്ടോ വർത്തമാനം പറഞ്ഞതുകൊണ്ടോ ഭക്ഷണം കഴിച്ചതുകൊണ്ടോ തൃപ്തിപ്പെടുകയില്ല. അപ്പോൾ അതാണ് ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് വൈഡായിട്ട് എനിക്ക് തോന്നുന്നു 1.5 ലക്ഷം പെറ്റീഷൻസ് ഓൺ പാഡി വെറ്റ്ലാൻഡ് ആക്ട് എക്സംഷൻസ് കിടക്കുകയാണ്. 1.5 ലക്ഷം പേര് അതൃപ്തരാണ്. നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റാതെ പോയി. ചുരുക്കത്തിൽ രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ ആരുമില്ല. അങ്ങനെ പറഞ്ഞില്ലെങ്കിലും അതൊക്കെ ഒരു പിന്നെ ആലങ്കാരികമാണെന്നുണ്ടെങ്കിൽ ആളുകളെ മുറിവേൽപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം, ഒരു പഴയ എക്സ്പ്രഷനാണെങ്കിലും അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് പല യുക്തികളും ബുദ്ധികളും ഒന്നിച്ച് ചേർത്ത് വളരെ അത് കൂട്ടിച്ചേർത്തെങ്കിൽ മാത്രമേ സാധിച്ചു. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്ന പേഷ്യൻസാണ്. പേഷ്യൻസ് ആൻഡ് ഹാർഡ് വർക്കാണ്. ഇതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട, അതിബുദ്ധിമാനൊന്നും ആവേണ്ട അഡ്മിനിസ്ട്രേഷന് വിജയിക്കാൻ. ബട്ട് ഇരുന്ന് വേറിറങ്ങി പണിയെടുക്കുകയും വേണം. അത് ഈ പിന്നെ ഓപ്പോസിറ്റ്സിനെ റിക്കൺസൈൽ ചെയ്യാനുള്ളൊരു കഴിവ് വേണം. വ്യത്യസ്ത വ്യക്തിത്വങ്ങളെ ഒന്ന് സമന്വയിപ്പിച്ചുകൊണ്ട് പോകാനുള്ള അതിലേക്ക് തകരാറ് വന്നു കഴിഞ്ഞാൽ കളി പാളും. അതാണ് സംഭവിക്കുന്നത്. അതിൻ്റെ ഒരു വലിയ ഉദാഹരണമായിരുന്നു ഉമ്മൻചാണ്ടി അല്ലേ? ആ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി എന്തും പറയാം. ജനസമ്പർക്ക പരിപാടിയൊക്കെ വളരെ ഒരു ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു പ്രോഗ്രാം അല്ലായിരുന്നു അത്. UN എന്തോ റെഫറൻസ് ഒക്കെ കിട്ടി അങ്ങനെയാണല്ലോ. ഞാനന്ന് യൂണിവേഴ്സിറ്റിയിലാണ്, അതുകൊണ്ട് ഞാനതിൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ സെക്രട്ടേറിയറ്റിൽ പാതിരാത്രി വരെ ഇരുന്ന് ജോലി ചെയ്യുന്ന ഉമ്മൻചാണ്ടിയെ കാണാം. വീട്ടിലെത്തിയാൽ ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലാം. അല്ല, അദ്ദേഹത്തിൻ്റെ വർക്ക് വൈകുന്നേരം ആയിരുന്നല്ലോ. വൈകുന്നേരം ഏകദേശം 8 മണി ആകുമ്പോഴാണ് ഓഫീസിലിരുന്ന് അദ്ദേഹം ഫയൽ നോക്കി തുടങ്ങുക. വീട്ടിൽ പോകുന്ന രാത്രി 2 മണിക്കൊക്കെ ആയിരിക്കും. പിറ്റേന്ന് രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുകയും ചെയ്യും. 7 മണിക്ക് നേരിട്ട് ഫോൺ കോൾ എടുക്കുകയും ചെയ്യും. അത് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സെൽഫോൺ ഇല്ലായിരുന്നല്ലോ ഒരുപാട് കാലം. ഏറ്റവും അവസാനമാണ് അദ്ദേഹം ഒരു സെൽഫോൺ കണക്ഷൻ എടുത്തത്, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ടെലിഫോണിൽ കിട്ടാൻ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് 7 മണി സമയത്ത് വീട്ടിൽ വിളിച്ചാൽ മതി. 7 to 8 അദ്ദേഹം തന്നെയാണ് ഈ ലാൻഡ് ലൈൻ എടുക്കുക. അതിൻ്റെ ക്രമീകരണമാണ് എനിക്ക് തോന്നുന്നത്. ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആൾക്കാരുടെ സൗകര്യത്തിന് വേണ്ടി വെച്ചാണ്. അതുകൊണ്ട് പലപ്പോഴും ഞങ്ങൾ ഗവൺമെൻറ് സെക്രട്ടറിമാർ രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ് നേരെ വിളിക്കും.
നേരിട്ട് തന്നെ കിട്ടും, ഒരു പ്രശ്നമില്ല, കാര്യം പറഞ്ഞാൽ മതി. പിന്നെ ഒരു എലിഫൻറ്റൈൻ മെമ്മറിയാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ എന്നെ കോറിഡോറിൽ വെച്ച് കണ്ടെന്ന് വെച്ചോ, സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം നടന്നു വരുന്നു, അദ്ദേഹത്തിനൊപ്പം ഒരു വലിയ സംഘം കാണുമല്ലോ എപ്പോഴും, നിവേദകരും, കൈ ഒറ്റയ്ക്ക് കിട്ടില്ല. ഈ കോറിഡോറിൽ കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ നമ്മളിങ്ങനെ ഒഴിഞ്ഞ് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച 1 2 3 4 എല്ലാം ഓർമ്മിപ്പിക്കും. ആ ചർച്ചയിൽ ചിലപ്പോൾ ഒരു മാസം മുന്നത്തെ കാര്യമായിരിക്കും. നമ്മളെ കണ്ടു കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഓട്ടോ ഈ റാൻഡം ആക്സസ് മെമ്മറി ഭയങ്കരമാണ്. ട്രെയിനെടുക്കും. അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഏത് ഓഫീസറെ കാണുമ്പോഴും അവരങ്ങോട്ട് കോൺവെർസേഷൻ ഇനിഷ്യേറ്റ് ചെയ്യണ്ട. ജലത്തിൻ്റെ സെക്രട്ടറി കണ്ടു കഴിയുമ്പോൾ പുള്ളിക്ക് ഓർമ്മയുണ്ട് ഇയാളെ ഏൽപ്പിച്ച എന്തായിരുന്നു. അതിൽ സംസാരിക്കാനൊന്നും ഒരു ഈഗോയും ഇല്ല അല്ലേ? ഈഗോയുടെ പ്രശ്നം ഉദിക്കത്തില്ല. സമന്മാരെ പോലെ സംസാരിക്കാം. ചിലർ അഹങ്കാരം പറയുകയും ചെയ്യും. ഞാൻ തന്നെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ചില സമയത്ത് ഞാൻ കയറി അഹങ്കാരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഘട്ടത്തിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ യൂണിവേഴ്സിറ്റിയുടെ കേസ് തന്നെയാണ്. അവിടുന്ന് എന്നെ പുറത്താക്കിയതിൽ അപ്പോൾ പറഞ്ഞല്ലോ, ഇങ്ങനെ പറഞ്ഞല്ലോ, വിഷമിക്കണ്ട, ഞാൻ 2 തസ്തിക തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെനിക്ക് വേണ്ട, എനിക്ക് വൈസ് ചാൻസലറായിട്ട് തന്നെ പോയാൽ മതി, ഞാൻ കേസ് കൊടുക്കാൻ പോവുക ഗവൺമെൻറ്റിനെതിരെ എന്ന് പറഞ്ഞു. ഉടനെ ചിരിച്ചിട്ട് പറഞ്ഞ് ആയിക്കോട്ടെ, അതിനെന്താ, കേസ് കൊടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ കേസ് ഞാൻ ജയിച്ചു 10 മാസം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ ചെന്നിട്ട് പറഞ്ഞു വേണമെങ്കിൽ ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ പോവാം എനിക്കെതിരെ. ഞാൻ ചെന്നിട്ട് ചോദിച്ചു എന്താ പാവം സുപ്രീം കോടതിയിൽ പോയി എന്നെ ഇനിയും നടത്തിക്കാനാണോ ഉദ്ദേശം, അതോ ഈ തസ്തിക തിരിച്ചു വരുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ അവിടെ തന്നെ പോയിരുന്നു, അതാ കുറച്ചുകൂടെ നല്ലത്. ഞാൻ പറഞ്ഞോളാം, മിസ്റ്റർ ജയകുമാറിനെ വിളിച്ച് ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളവിടെ പോയിരുന്നു, പിന്നെ ഈ പഴയതുപോലെ ഇനി എഴുതാനൊന്നും നിൽക്കരുത്. അപ്പോൾ സി ദ ഹോൾ തിങ് ഈസ് ദാറ്റ് അവിടെ അതിനകത്ത് ഒരു വലിയ യുക്തിയും കൂടെ നമ്മൾ കാണണം. ഹി വാണ്ട്സ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ബി ബാലൻസ്ഡ്. അപ്പോൾ ചുമ്മാ ഈ അടിപിടി കൂടി സമയം കളഞ്ഞിട്ട് എന്ത് കാര്യം, നിങ്ങളവിടെ ഇരുന്നോ, പ്രശ്നം കഴിഞ്ഞു, തീർത്തു, അങ്ങനെ പോകുമ്പോൾ അത്. പക്ഷേ ഇപ്പുറത്ത് വാശി, ഇപ്പുറത്ത് നമ്മൾ ഇതൊന്നും ഞാൻ പറയുന്നില്ല. ദ ഹോൾ തിങ് ഈസ് ഇറ്റ് ക്യാൻ ബി ഡൺ ഡിഫറൻ്റ്ലി. നമ്മൾ ഓപ്പൺ ഇത് 2 കാര്യം ഞാൻ പറയുന്നുള്ളൂ. അഗെയിൻ വി ആർ ഗോയിങ് ടു ദാറ്റ് ഹോൾ. ഇത്രയും ഒരു പിരമിഡായിട്ട് നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. യു ക്യാൻ ബി ഫ്രണ്ട്ലി വിത്ത് പീപ്പിൾ. ചോദ്യങ്ങൾ ഇപ്പോൾ എല്ലാ ചോദ്യത്തിനും ആർക്കാണ് ഉത്തരവുള്ളത്? ഇപ്പോൾ ഞാൻ പറയാം എല്ലാ ചോദ്യങ്ങൾക്കും ആർക്കാണ് ഉത്തരവുള്ളത്? അപ്പോൾ ഞാനിപ്പോൾ UK ഇലക്ട്രൽ പ്രോസസ്സ് ടോണി ബ്ലെയർ 2004 2005 അയാൾ അവിടുത്തെ ലോക്കൽ ഇലക്ഷൻസിൽ ഓരോ ഈ കോൺസ്റ്റിറ്റ്യുവൻസി ബൊറോയിൽ പോയിട്ട് ഇലക്ടേഴ്സിനെ കാണുന്ന മീറ്റിംഗ് ഞാൻ കണ്ടിട്ടുണ്ട്. 300 പേര് വന്നിരുന്നു കഴിഞ്ഞാൽ ഈ 300 പേരിലൊരു 50-60 പേര് ചോദ്യം ചോദിക്കും. അങ്ങനെ 5 മിനിറ്റേ സംസാരിക്കൂ, പക്ഷേ 2 മണിക്കൂർ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയാണ്. ചിലതൊക്കെ അബ്സർഡായ ചോദ്യങ്ങളായിരിക്കും, ചിലത് അയാളെ കളിയാക്കുന്ന ചോദ്യങ്ങളായിരിക്കും. പക്ഷേ അവിടെ ഒന്നും ഞാൻ ആൻസർ ചെയ്യത്തില്ല എന്നൊരു സ്ഥാനാർത്ഥിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ പിന്നെ നോമിനേഷൻ കൊടുത്താൽ നമ്മൾ സ്ഥാനാർത്ഥിയല്ലേ. എല്ലാവരുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ശ്രമിക്കണം. അപ്പോൾ ചില കേസ് പറയുമ്പോഴേക്കും പറയും ഇതെനിക്കൊന്ന് റെഫർ ചെയ്തേ പറയാൻ പറ്റത്തുള്ളൂ, മെയിൽ തന്നാൽ മതി, ഞാൻ ഐ വിൽ റിപ്ലൈ ടു യു എന്ന് പറഞ്ഞിട്ട് പോകും. അതാണ് ലോക നിലവാരം, അത് നമ്മൾ പാലിക്കണം. കാർഷിക സർവകലാശാല VC അങ്ങയുടെ ഒരു പാഷൻ തന്നെയാവും. പക്ഷേ മറ്റൊരു തലത്തിൽ നോക്കുമ്പോൾ അങ്ങയുടെ ഒരു സർവീസ്, ആ കാലഘട്ടം, ഇത് പരിചയം, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനേക്കാൾ വളരെ ഉയർന്ന തസ്തിക തന്ന് അങ്ങയുടെ സേവനം ഉപയോഗപ്പെടുത്തേണ്ടതല്ലേ? അതിൽ ഒരു ദുഃഖമില്ലേ? എനിക്ക് ഈ ഗവൺമെൻറ്റോ മുൻ ഗവൺമെൻറ്റോ തന്ന പോസ്റ്റുകളെ കുറിച്ചൊന്നും യാതൊരു പരാതിയില്ല. ഇപ്പോൾ എന്നെ വെച്ചേക്കുന്ന പോസ്റ്റിനെ കുറിച്ച് എനിക്ക് പരാതിയൊന്നുമില്ല. ഞാനത് സ്വീകരിച്ചു. എൻ്റെ സാങ്കേതികമായ തടസ്സമില്ലെങ്കിൽ യാതൊരു പ്രയാസവുമില്ല. ഞാൻ കൈകാര്യം ചെയ്ത വകുപ്പുകൾ കൃഷി, വൈദ്യുതി, പവർ, എനർജി, വാട്ടർ റിസോഴ്സസ്, സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ്, പിന്നെ കുറച്ചു കാലം എനിക്ക് തോന്നുന്നു ഇത് പാർലമെൻ്ററി അഫയേഴ്സ് ആൻഡ് സൈനിക് വെൽഫെയർ. അത് ഞാൻ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി തിരിച്ചു വന്നപ്പോൾ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ടൊരു 3-4 മാസം. ഇടയ്ക്ക് ആയുഷ്, ഹെൽത്തിലെ ആയുഷ് വകുപ്പ്. ഈ വകുപ്പുകളെല്ലാം സുപ്രധാന വകുപ്പുകളാണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ പറയാം അധികാരം കൂടുതലുള്ള ആഭ്യന്തര സെക്രട്ടറി ഇല്ലെങ്കിൽ ഫൈനാൻസിൻ്റെ സെക്രട്ടറി എന്നൊക്കെ പറയാം. പക്ഷേ വളരെ സംതൃപ്തി തന്ന അതുകൊണ്ട് ഒരുപാട് കൃഷി, വൈദ്യുതി, ജലവിഭവ വകുപ്പുകൾ ഏറ്റവും കൂടുതൽ വർക്ക് നടക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സാണ്. 3000-4000 കോടിയുടെ ബജറ്റുള്ള വകുപ്പുകളാണ്. അപ്പോൾ അവിടെ വർക്ക് ചെയ്താലേ നമുക്ക് ജോലി പരിചയം കിട്ടത്തുള്ളൂ. ആ നിലയിൽ ഞാൻ സമ്പൂർണ്ണ സംതൃപ്തനാണ്. അതിലൊന്നും ഒരു തർക്കവുമില്ല. തർക്കവും പരിഭവവും ഒക്കെ ഈ സംവിധാനങ്ങളോടാണ്. അല്ല, നമ്മളൊരു നോർമറ്റീവ് സൊസൈറ്റി ആണല്ലോ, നോം ബേസ്ഡ് ആണല്ലോ. അപ്പോൾ ആ നോം ബേസ്ഡ് ആയിട്ട് നമ്മൾ പോകണം. ഇല്ലെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു അപകടം വരും. ഇത് ചൂണ്ടിക്കാണിക്കാനാണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് സംശയങ്ങൾ വരുമ്പോൾ ചൂണ്ടിക്കാണിക്കാനും അവർക്ക് പറ്റുമെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാനും ആണല്ലോ ഇങ്ങനെ ഒരു സർവീസിനെ കേന്ദ്രം റിക്രൂട്ട് ചെയ്ത് ഇത്ര വലിയ ചടങ്ങ് നടത്തി ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്നത്. ഇല്ലേ സ്റ്റേറ്റ് സർവീസ് തന്നെ പോരെ? സ്റ്റേറ്റ് സർവീസിന് എന്താ എഫിഷ്യൻസി കുറവ്? അവരെയും കേരളത്തിലെ PSC സെലക്ട് ചെയ്യുന്നത് സത്യത്തിൽ നല്ല കോമ്പറ്റീറ്റീവ്നെസ് ഉള്ള ആൾക്കാരെയാണ്. ഒരു പ്രത്യേക സംവിധാനം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുമ്പോൾ അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാവുന്നിടത്ത് റെസ്പെക്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. സർവീസ് IAS പറയുന്ന എല്ലാം ശരിയാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പൊളിറ്റീഷ്യൻസ് അതിൻ്റെ പുറത്ത് കോൾ എടുത്തെങ്കിലേ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ രീതിയുണ്ട്. നമ്മൾ നിയമവും ചട്ടവും സമ്പൂർണ്ണം ലംഘിച്ചുകൊണ്ട്
അങ്ങനെ എനിക്ക് പറ്റുന്ന, എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അത് ആർക്കും പറയാനൊക്കില്ല. അത്രേ ഉള്ളൂ അതിനകത്ത്. തീർച്ചയായിട്ടും വളരെ നന്ദി ഡോക്ടർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.